കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വിടുക. പ്രിയമുള്ളവരെ, ഒരു അക്കാഡമിക് പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കുഞ്ഞുങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്കും ഒരു ചുവടുവെപ്പാകട്ടെ. ഒരു പുതിയൊരു അനുഗ്രഹീതമായൊരു പ്രവർത്തന വർഷകാലത്തിലേക്കുള്ളൊരു ചുവടുവെപ്പ്. വിശേഷിച്ച നമ്മുടെയൊക്കെ ജീവിതം ഒരു തിരുഹൃദയ സമർപ്പണത്തിന് സാക്ഷാത്കാരമായി മാറട്ടെ. തിരുഹൃദയത്തിനായി സമർപ്പിക്കപ്പെട്ട പുണ്യമാസം നമുക്കറിയാം, കഴിഞ്ഞ മെയ് 31 വരെയും നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിലുള്ള എല്ലാ കപ്പേളകളിലും എത്ര മനോഹരമായി വൈകുന്നേരങ്ങളിലെ ജപമാലകളും വണക്കമാസം പ്രാർത്ഥനകളും 31-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ടത്തെ വണക്കമാസ കാലം കൂടലൊക്കെ എത്ര പ്രതികൂല കാലാവസ്ഥയുടെ നടുവിലും പ്രിയമുള്ളവരെ ജനം കൂടിയിലെ കടന്നു വന്നില്ല. പ്രിയമുള്ളവരെ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഇടം പിടിക്കുന്ന മക്കൾക്കുള്ള സമ്മാനമാണ്, ഉറപ്പാണ്, ഗ്യാരണ്ടിയാണ് ഈശോയുടെ സ്നേഹത്തിൻ്റെ തിരുഹൃദയം. നീ അമ്മയുടെ വിമല ഹൃദയത്തിലാണ് നീ ചേക്കേറുന്നതെങ്കിൽ നിന്റെ ജീവിതത്തിൻ്റെ എത്തിപ്പെടൽ, നിന്റെ ജീവിതത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് തിരുഹൃദയം സ്വന്തമാക്കുന്ന ഒരു അനുഭവമാണ്. പ്രിയമുള്ളവരെ, അമ്മ വഴിയാണ്, അമ്മ ത്രൂ മദർ മേരിയാണ്. ആ ഒരു അമ്മ വഴിയുള്ളൊരു യാത്ര, അതാണ് മെയ് മാസത്തിലെ പരിശുദ്ധ അമ്മയോടുള്ള വണക്കത്തിലൂടെ ജൂൺ മാസത്തിലെ തിരുഹൃദയത്തിലേക്കുള്ളൊരു വണക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഒരു നിമിഷമാണ്. പ്രിയമുള്ളവരെ, ശക്തനായ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ 2 കൈകളൊന്ന് തുറന്നു പിടിച്ച് ഒരു നിമിഷമൊന്ന് നിങ്ങളുടെ കണ്ണുകളൊന്ന് അടച്ച് ഉൾക്കണ്ണുകളെ കൊണ്ട് നിങ്ങളുടെയൊക്കെ സ്വന്തം ഭവനത്തിലെ ആ തിരുഹൃദയത്തിലേക്ക് നോക്കിക്കുക. പ്രിയമുള്ളവർ, ഒരു പക്ഷേ നമ്മളൊക്കെ ജനിച്ച് വീണ തറവാട് വീടാകാം, അല്ലെങ്കിൽ നമ്മൾ മാറി താമസിക്കുന്ന വീടാകട്ടെ, നമ്മുടെയൊക്കെ ഭവനത്തിൽ ഓർക്കുക, മാതാപിതാക്കളിൽ നിന്ന് ജന്മമെടുത്ത് കണ്ണു തുറന്ന് കാണാൻ പ്രായമായപ്പോൾ, അല്ല കണ്ണു തുറന്ന് കാണാൻ ഉള്ള പ്രാപ്തിയായപ്പോൾ, അല്ല ഒരു തിരിച്ചറിവിൻ്റെ പ്രായമായപ്പോൾ നമ്മളെ ഒക്കെ തിരുത്തിയും കൈചൂണ്ടി കാണിച്ചൊക്കെ മാതാപിതാക്കൾ നമ്മുടെ ഈശോയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് തിരുഹൃദയമായിരുന്നില്ലേ പ്രിയമുള്ളവരെ? ആ ഈശോയല്ലേ ചൂണ്ടിക്കാണിച്ചതും ആ ഈശോയല്ലേ ഇന്ന് അക്രൈസ്തവർക്ക് പോലും ക്രൈസ്തവൻ്റെ ഈശോ എന്ന് പറയുമ്പോൾ തെളിയുന്ന രൂപം. പ്രിയമുള്ളവരെ, ആ സ്നേഹത്തിൻ്റെ പര്യായമായ, സ്നേഹത്തിൻ്റെ സമൃദ്ധിയായ, സ്നേഹത്തിൻ്റെ ഈറ്റില്ലമായ, സ്നേഹത്തിൻ്റെ സർവ്വസമ്പന്ന ഇടമായ ആ തിരുഹൃദയ സമക്ഷം നമുക്കും കൊടുത്തുകൊണ്ട് പറയാം, തമ്പുരാനെ എൻ്റെ ഹൃദയം അവിടുത്തെ തിരുഹൃദയം പോലെയാക്കണമേ എന്ന്. ഒരു പക്ഷേ തിരുഹൃദയ ഗാനത്തിൻ്റെ ഇരടികൾ, തിരുഹൃദയത്തോട് ചേർന്നൊരു ഗാനത്തിൻ്റെ ഇരടികൾ, തിരുഹൃദയ സമക്ഷം ഒന്ന് സമർപ്പിക്കുന്ന, തിരുഹൃദയ സമക്ഷം ഒന്ന് വിട്ടുകൊടുക്കുന്ന, തിരുഹൃദയത്തിന് അനുരൂപരാകുവാൻ ഒരു തിരുഹൃദയവുമായി നമ്മുടെ മനുഷ്യ ഹൃദയം തിരുഹൃദയവുമായിട്ടൊരു ട്രാൻസ്പ്ലാന്റേഷൻ, ഒരു മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നമുക്ക് ഈ ദിവസം തയ്യാറാകാൻ. പ്രിയമുള്ളവരെ, ആ ഹൃദയത്തിനൊരിടമുണ്ട്. ആ ഹൃദയം എല്ലാവർക്കും ഒരിടമാകുന്നതാണ്. ആ ഹൃദയം എത്ര തകർന്നവനും എത്ര വീണുപോയവനുമുള്ള ഒരിടമാണ്, ചേക്കേറാനുള്ളൊരു സ്ഥലമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ദാഹത്തോട് നിമിഷം കൂടി ആ തിരുഹൃദയത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഒരു ഈശോ എന്നുള്ള നാമം ഒരു 3 തവണ ഒന്ന് ആവർത്തിച്ച് വിളിക്കാം. ഈശോയേ, ഈശോയേ, ഈശോയേ. പരിശുദ്ധ അമ്മയോടൊപ്പം ആകാൻ. പ്രിയമുള്ളവരെ, അമ്മയ്ക്കരികിൽ ഇരുന്നാണ് നമ്മൾ ഈശോയെ അറിയുകയും അനുഭവിക്കുകയും ഈശോയുടെ സ്വന്തമാകാനും നമുക്ക് സാധിക്കും. ഒരു അമ്മ കൂട്ടുകെട്ട്, അമ്മ വലയത്തിൽ നമുക്ക് അകപ്പെടാം. നിത്യസഹായ മാതാവിൻ്റെ ഈരടികളൊന്ന് പാടിക്കൊണ്ട് നമുക്കും പരിശുദ്ധ അമ്മയ്ക്കൊപ്പം ഈ നിമിഷങ്ങളാകാം. ഏതാനും നിമിഷങ്ങൾ മാത്രമല്ലേ പ്രിയമുള്ളവരെ. നമ്മുടെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ പേരക്കിടാങ്ങളോ നമ്മുടെ പരിചയത്തിലുള്ളവരൊക്കെ നാളെ സ്കൂളുകളിലേക്ക്, ഇന്ന് സൺഡേ സ്കൂളിലേക്ക്, നാളെ അവിടെ പൊതു സ്കൂളുകളിലേക്കുമുള്ള കോളേജുകളിലേക്കുള്ള മറ്റ് പഠന മേഖലയിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഈ നിമിഷങ്ങൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് അവരൊക്കെ ഓർക്കാം. നമ്മുടെ പഠന മേഖലകളൊക്കെ ഓർത്ത് നോക്കാം. പഴയ കാലഘട്ടങ്ങളിൽ അവിടെ നമുക്ക് ഗുരുഭൂതന്മാരായി വർത്തിച്ചവരെയും നമുക്ക് സഹപാഠികളായി വർത്തിച്ചവരെയും നമ്മുടെ പഠനത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കൊക്കെ സഹായിച്ചവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുക കൂടി ചെയ്യേണ്ട സമയം കൂടിയാണ്. ആകയാൽ കൈകളൊന്ന് കൂപ്പി പിടിച്ചുകൊണ്ട് അമ്മയ്ക്കരികെ നിന്നുകൊണ്ട് ഉൾക്കൊണ്ട കൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് നമുക്ക് പാടാം. നിത്യസഹായ മാതാവേ, നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ. അമ്മേ മാതാവേ, പ്രാർത്ഥിക്ക സ്നേഹനാഥേ, കൊതിയോടെ നിത്യസഹായനാഥേ, പ്രാർത്ഥിക്ക ഞങ്ങൾ
ഞങ്ങൾക്കായി നീ നിൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥേ. ഈശോമിശിഹായുടെ സകലവിധ വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളും അഭിഷേകത്തിന് ഞങ്ങൾ യോഗ്യരായി തീരുവാൻ സർവ്വീശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല മാലാഖമാരെ, സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മുഖ്യദൂതന്മാരായ വിശുദ്ധ മിഖായേൽ, വിശുദ്ധ റഫായേൽ, വിശുദ്ധ ഗബ്രിയേൽ മാലാഖമാരെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും അനുഗ്രഹീത ഇടവക ദേവാലയ മധ്യസ്ഥരെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ സദാ കാവലായി വർത്തിക്കുന്ന കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിന്റെ കാരണഭൂതരായ വിശുദ്ധരെ, ഈ സന്യാസ സമൂഹ സ്ഥാപക വിശുദ്ധരെ, ഹല്ലേലൂയ 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 പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഒന്ന് സ്നേഹത്തോട് ഒരു തിരുഹൃദയത്തിന്റെ കൂട്ടായ്മ പോലെ രണ്ട് കരം ചേർത്ത് ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് ദൈവാനുഗ്രഹമാകട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടും, കൊടുത്താൽ കൊട്ടിയത്ത് കിട്ടും. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇരുന്ന കസേരയിൽ ഇരിക്കരുത്, എല്ലാവരും മുന്നോട്ട് കയറിക്ക്. ഈ വന്നപ്പം പിടിച്ച ഇടം അത്ര സേഫ് അല്ല. ഒരു മൂടുമാറ്റം, ഒരു അനുഗ്രഹമാറ്റത്തിൻ്റെ തുടക്കമാണ്. നിങ്ങൾ ഇരുന്ന സ്ഥലത്തിരിക്കുന്നത് എല്ലാവരും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറിക്കും. ഇവിടെ മുൻവശത്തൊക്കെ ഉണ്ടല്ലോ, ഇവിടെ സൺഡേ സ്കൂൾ കുട്ടികളൊക്കെ സ്കൂൾ കുട്ടികളൊക്കെ ഇടമൊരുക്കേണ്ട കാര്യമില്ല. ഇത് പ്രിയപ്പെട്ട മുതിർന്നവർക്കുള്ള മുന്നോട്ടൊക്കെ കടന്നു. നമുക്ക് അല്പം ആൾക്കാരോട് ഒട്ടി മുട്ടി തട്ടി നിൽക്കാവുന്ന സമയം ഇതാണ്. എപ്പോഴും അവർ അവസരം കിട്ടത്തില്ല. നമ്മളെല്ലാം പിന്നോക്കം പ്രാപിക്കുന്നവരാണ്. നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ പിന്നോക്കവും ലൗകിക കാര്യങ്ങളിൽ മുന്നോക്കവുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു കാഴ്ചപ്പാട്. ഹലോ, എല്ലാവരും ഇവിടെ ആണല്ലോ അല്ലേ? നിങ്ങളുടെ ഇവിടെ മഴയൊക്കെ എങ്ങനെയുണ്ട്? ശല്യമായോ? ദൈവം അച്ഛനെന്ന് വൈക്കത്തുനിന്ന് കുമരകം വഴി വന്നപ്പോൾ ദൈവം ദയനീയ അവസ്ഥ. ഈ ഒരാഴ്ചയിലെ മഴയിലേക്ക് എത്ര വീടുകളുടെ ഗ്രൗണ്ട് ഫ്ലോറൊക്കെ വെള്ളത്തിൽ നിൽക്കാന്നറിയാവോ? മുറ്റത്തേക്ക് ഇറങ്ങാനാവില്ല. നമുക്കറിയാമല്ലോ, നിങ്ങൾ ഈ വെള്ളമൊക്കെ മുറ്റത്ത് അല്ലെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കാർ പോർച്ചിലേക്ക് വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന ദുരിതം എന്താ? അവിടുത്തെ ഡ്രെയിനേജ് മുഴുവനും, അവിടുത്തെ വേസ്റ്റ് ടാങ്കിൻ്റെ എല്ലാം ഒപ്പം വെള്ളം നിൽക്കുകയല്ലേ? പക്ഷേ സങ്കടം തോന്നും കേട്ടോ. ഇവിടെ ഒരാൾ എന്നോട് പറയുകയാണ്, അച്ഛാ ഇന്ന് മഴ പെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ. അവിടെയാണ് മഴയൊന്ന് തോർന്നിട്ട് വേണം, വെള്ളം ഒന്ന് ഇറങ്ങിയിട്ട് വേണം കാലൊന്നെടുത്ത് പുറത്തേക്ക് വെക്കാൻ നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യാൻ തമ്പുരാൻ എന്താ ചെയ്യുന്നത്? അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ആത്മാർത്ഥമായിട്ട് ഓർക്ക് എന്തേലും പ്രതികൂലം നമ്മളൊക്കെ ഓരോ നിമിഷം ഓർത്ത് നോക്കിക്കേ. നമ്മളൊക്കെ എന്തുമാത്രം സുരക്ഷിതത്വവും എന്തുമാത്രമൊക്കെ ജീവിതത്തിൻ്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ സമാധാനം സ്വസ്ഥതയ്ക്കുന്ന ഒരു വശത്ത് എന്തേലും മനുഷ്യർ ദയനീയമായ വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ചിന്തിക്കുക പ്രിയമുള്ളവരെ. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കേണ്ട, നമ്മളൊന്നിലും അഹങ്കരിക്കാനോ അല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഈ സുരക്ഷിതത്വത്തിൽ പോരായ്മ അനുഭവിക്കുന്നവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ വാദിക്കാനുമുള്ള ഒരവസരമായിട്ട് മാറണം കേട്ടോ. ഹല്ലേലൂയ. അപ്പം നമ്മളെല്ലാം ഏത് മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്? എന്തായി ജൂൺ മാസത്തിൻ്റെ എത്രമാത്രം പ്രത്യേകത? തിരുഹൃദയ മാസമാണല്ലേ. എന്താണ് തിരുഹൃദയത്തിൻ്റെ വലിയ സവിശേഷത? ഇന്ന് നിങ്ങളീ കടന്നു വന്നിരിക്കുന്ന എത്ര ഭാരവും എത്ര ഉത്കണ്ഠയും എത്ര ആകുലതകളും എത്ര ആഗ്രഹങ്ങളുമുണ്ടോ, ഇതെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ വിളമ്പുന്ന സംലഭ്യമാകുന്ന ഒരു സമൃദ്ധിയുടെ ഇടമാണേത്? തിരുഹൃദയം. ഉറപ്പാകണോ? നമ്മൾ ചിന്തിക്കേണ്ട ഇതാണ്, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അലയുന്നുണ്ടോ, എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ അസ്വസ്ഥത കൊള്ളുന്നുണ്ടോ, ഇതിനെല്ലാം ഒരു പര്യവസാനം കുറിച്ചുകൊണ്ട് നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു ഉത്തരമാണ് തിരുഹൃദയം. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? അച്ഛനെ നമ്മൾ ചോദ്യം ചോദിക്കട്ടെ. നമുക്കറിയാമല്ലോ,
നമ്മളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ ശരണപ്പെടുന്ന ദൈവം നമുക്കാരെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. പലപ്പോഴും ദൈവത്തെ നമ്മൾ വിശ്വാസത്തിനനുസരിച്ച് ക്രൈസ്തവനായ ക്രിസ്തീയ ജീവിതത്തെ നമുക്ക് കിട്ടി. മാമോദീസമങ്ങി നമ്മൾ ക്രിസ്ത്യാനി അല്ലെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു, അതുകൊണ്ട് ഈശോയെ നമ്മൾ വിളിക്കുന്നു, ഈശോയെ നമ്മൾ ആരാധിക്കുന്നു, ആശ്രയിക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷേ പ്രിയമുള്ളവർ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു വലിയ നേർക്കാഴ്ചയുടെ ഒരു നിലപാടെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. പ്രിയമുള്ളവരെ, എന്താണ് ഈ തിരുഹൃദയം നമ്മളോട് ഇത്രമാത്രം അനുഗ്രഹമായിട്ട് സംലഭ്യമായിട്ട് വെളിപ്പെടുത്തുന്ന രഹസ്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് പോകാം. ഓക്കെ, അതുകൊണ്ട് അച്ഛൻ നിങ്ങളോട് പറയുന്നത്, ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ വീട്ടിൽ പോട്ടെ, ഒരു ചോദ്യം ചോദിക്കട്ടെ, സമ്മാനം. ഓക്കെ, റെഡി മണി മുണ്ടക്കയുവാണേ. എല്ലാവരും നിങ്ങൾ ഒരു സമ്മാനമെങ്കിലും അച്ഛൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് പോക്കെ. അതുകൊണ്ട് ശ്രദ്ധിച്ചേ, നമ്മുടെയൊക്കെ വീട്ടിൽ തിരുഹൃദയമുണ്ട്. ഇന്ന് രാവിലെ എണീറ്റ് വന്ന പാടെ മറ്റെവിടേക്കും തെക്ക് വടക്ക് തിരിയാതെ ഈശോയുടെ മുമ്പിൽ ആത്മാർത്ഥമായിട്ടൊന്ന് മുട്ടുമടക്കി ഒന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഓക്കെ, ഒത്തിരി പേര് ഒന്നിച്ച് പൊക്കിയതുകൊണ്ട് സമ്മാനം ഞാൻ ഒന്നിച്ച് തരാം കേട്ടോ. ഓക്കെ, അല്പം വേറിട്ട് നിൽക്കുമ്പോഴല്ല, എല്ലാവരും ഒത്തിരി പേർക്ക് കൊടുക്കുമ്പോൾ സമ്മാനത്തിൻ്റെ ഒരു വില നമുക്ക് കിട്ടത്തില്ലല്ലോ. ഓക്കെ, ആ ഒരു കൈ പൊക്കിയവർക്ക് പ്രത്യേകമായൊരു അനുഗ്രഹം തിരുഹൃദയത്തിൻ്റെ ഈ 4 ദിവസങ്ങളിൽ, ഈ ദിനങ്ങളിൽ ലഭ്യമാകട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് അവർക്ക് അനുഗ്രഹത്തിൻ്റെ ആശംസാ സമ്മാനം ഇപ്പം തന്നെ തരുന്നു കേട്ടോ, പറ്റിക്കാനല്ല കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, അച്ഛൻ എപ്പോഴും ചിന്തിച്ചൊരു കാര്യം ഇതാണ്: നിങ്ങൾ തിരുഹൃദയ സമക്ഷം നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രഥമ തുടക്കം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രഥമ നിമിഷം നിങ്ങൾ തിരുഹൃദയ സമക്ഷം എണീറ്റ് വരിക. ആ തിരുഹൃദയ സമക്ഷം നിങ്ങളൊന്ന് മുട്ടുമടക്കുക, ശിരസ് നമിക്കുക. സാധ്യമാകുമെങ്കിൽ നമ്മുടെ ഓപ്പറേഷന് വിധേയമായിരിക്കുന്ന ഒരു ഡോക്ടേഴ്സ് നിർദ്ദേശമുള്ളവരും ഒഴികെ നിങ്ങളൊന്ന് മുട്ടുമടക്കുന്ന സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന പ്രത്യേകത എന്താണ്? ഈ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നത് എന്തിനാ? സിസ്റ്റേഴ്സിന് വേണ്ടി മാത്രമേ ഉള്ളതാണോ? അച്ഛന്മാരൊക്കെ ഇച്ചിരി കൂടെ മസിൽ പിടിക്കും. ആത്മാർത്ഥമായിട്ട് സാഷ്ടാംഗ പ്രണാമം ഏതെങ്കിലും കൂടെ ചെയ്യുന്ന സാധാരണ സിസ്റ്റേഴ്സാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അൾത്താരുടെ മുമ്പിൽ, ഈശോയുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യാൻ. ഈ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നതിന് പ്രത്യേകത എന്താ പറയാവോ? ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ഉച്ച മുതൽ ഉള്ളം കാല് വരെ ശരീരം, മനസ്സ്, ഹൃദയ, വികാര, വിചാരങ്ങൾ, മാതാപിതാക്കളിൽ രൂപപ്പെട്ട കാലം തൊട്ട് ഇന്ന് ഈ ജീവിക്കുന്ന ഈ പ്രായ കാലഘട്ടത്തെ മുഴുവനെയും എല്ലാ അവസ്ഥകളോടും കൂടി നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അപ്പോൾ തമ്പുരാനെ തൊട്ട ഒരു എളിയ ജീവിതത്തിന്റെ വലിയ സാക്ഷികളാണ് നമുക്ക് സാധിക്കുമോ? ഈ ഡയലോഗ് മറന്നു പോകരുത്. തമ്പുരാനെ തൊട്ട ഒരു എളിയ ജീവിതത്തിന്റെ വലിയ സാക്ഷിയാകാൻ ഒന്നോർത്ത് നോക്കിക്കേ. അപ്പോൾ ഇതാണ് അച്ഛൻ പറഞ്ഞത്, എപ്പോഴും നിങ്ങൾ അറ്റ്ലീസ്റ്റ് മിനിമം 2 തവണയെങ്കിലും പ്രഭാതത്തിൽ ഉണർന്നു വരുമ്പോഴും വൈകുന്നേരം കിടക്കാൻ പോകുമ്പോഴും. ഒരിക്കലും കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിൻ്റെ സ്കൂളിലെ പെൺകുട്ടി പറഞ്ഞതാണ്, സൺഡേ ക്യാമ്പിന് വന്ന കൊച്ചാണ്. ആ ക്യാമ്പ് വെച്ച് പറഞ്ഞ് ഷെയർ ചെയ്ത കാര്യം ഇതാണ്: അച്ഛാ, എൻ്റെ അപ്പനുണ്ട് ഈശോയുടെ മുമ്പിൽ മുട്ടുമടക്കാനും സാഷ്ടാംഗ പ്രണാമം ചെയ്യാനും ചെന്നപ്പോൾ എനിക്ക് പിന്നെ കൊതിയായി, ആവേശമായി. പ്രിയമുള്ളവരെ, അതുവരെ അപ്പൻ എന്ത് പറഞ്ഞാലും കൊച്ചിനൊരു ഏക്കത്തില്ലായിരുന്നു, കൊച്ചങ്ങോട്ട് ഗവനിക്കാറില്ലായിരുന്നു. പക്ഷെ സ്വന്തം അപ്പൻ ഈ തമ്പുരാന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുന്നതും ഈ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നപ്പോൾ ഈ കോളേജ് പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന ഈ കൊച്ചിന് പിന്നെ അടങ്ങിയിരിക്കാനാവാത്ത ഒരവസ്ഥയായി. അപ്പനൊരിക്കലും പെണ്ണിനോട് മോളോട് മുട്ടുകുത്താൻ പറഞ്ഞിട്ടില്ല. അപ്പനൊരിക്കലും മോളോട് സാഷ്ടാംഗ പ്രണാമം ചെയ്യാൻ പറ്റില്ല. പ്രാർത്ഥിക്കുന്നു പറയാറുണ്ട്. ഇത് പറയാൻ കാരണം പ്രിയമുള്ളവരെ, നമ്മളിന്ന് ശരീരത്തെ തമ്പുരാന്റെ മുമ്പിൽ ഇട്ടുകൊടുത്തേ എന്തുമാത്രം ശാരീരിക ബുദ്ധിമുട്ടുകളും തിക്കുമുട്ടലുകളും അസ്വസ്ഥതകളും കൊടുമ്പരികളൊക്കെ നമ്മൾ കൊള്ളുന്നു. എനിക്കറിയാം, ഇവിടെ ഇരിക്കുന്ന പല ശാരീരികമായ ബുദ്ധിമുട്ടുള്ളവരും നടുവേദന ഉള്ളവരൊക്കെ തമ്പുരാന്റെ മുന്നിൽ മുട്ടുകൊടുക്കാൻ എനിക്കറിയാം. ഞാൻ 28 വർഷമായിട്ട് മുട്ടുകുത്താത്തൊരു സമർപ്പിത സഹോദരി സിസ്റ്റർ, പ്രിയമുള്ളവരെ, ഒരിക്കൽ വിശുദ്ധ കുർബാനയുടെ ആരാധന മുമ്പിൽ കൈവപ്പ് ശുശ്രൂഷിക്കുന്നു. അപ്പോൾ ഞാൻ ആ സിസ്റ്റർ പറഞ്ഞ് മുട്ടുകുത്താൻ പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞ, അച്ഛാ, ഞാൻ 27 വർഷമായിട്ട് മുട്ടുകുത്താറില്ല. ഞാൻ പറഞ്ഞു, തമ്പുരാൻ ശക്തിയാണെങ്കിൽ മുട്ടുകുത്താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, തമ്പുരാൻ ശക്തിയാണെങ്കിൽ സിസ്റ്റർ മുട്ടുകുത്താവെന്ന് ചോദിച്ചു. സിസ്റ്റർ പൊടുന്നതിന് മുട്ടുകുത്തി. എല്ലാവരും ഇങ്ങനെ വണ്ടറടിച്ച്, അധികാരികളും സിസ്റ്റേഴ്സൊക്കെ എന്തായിരിക്കും എണീക്കുമല്ലെന്ന് അറിയത്തില്ലല്ലോ. 28 വർഷമായിട്ട് മുട്ടുകുത്താത്ത ഒരാളെ പൊടുന്നതിനെ പെട്ടെന്ന് മുട്ടുകുത്തി കഴിഞ്ഞ സംഭവം എന്താ ഉണ്ടാവുക? ഞാൻ തമ്പുരാനെ നോക്കി, സിസ്റ്റർ തമ്പുരാനെ നോക്കി മുട്ടുകുത്തി. പ്രിയമുള്ളവരെ, ഇന്ന് ആ സിസ്റ്റർ പറഞ്ഞൊരു വാക്യമുണ്ട്: വിശുദ്ധ കുർബാനയിലും ദിവ്യകാരുണ്യ ആരാധന സമയത്തൊക്കെ ഈ സിസ്റ്റർ സാധിക്കുന്ന സമയത്തെല്ലാം മുട്ടുകുത്തിയാണ്. അപ്പം മുട്ടുകുത്തുന്ന സിസ്റ്ററിന് ഹരമായി. ഞാൻ പറയുന്നത് കാരണം വെച്ചാൽ, നമ്മൾ ദൈവസമക്ഷം വിധേയപ്പെട്ട് വിശ്വസ്തയോടെ മുട്ടുകുത്തിയാൽ നാം ഏറ്റവും വലിയ ദൈവിക ഇടപെടലുകൾക്ക് സാക്ഷ്യമാകും.
നാം ഈ 3 കാര്യം ഓർക്കുക. ദൈവസമക്ഷം വിനയപ്പെട്ട്, ദൈവസമക്ഷം വിശ്വസ്തയോടെ, ദൈവസമക്ഷം വിശുദ്ധിയോടെ നീ ഒന്ന് മുട്ടുകുത്തി തമ്പുരാനെ തൊടാൻ തക്ക വിധം നിന്റെ മനസ്സും ഹൃദയവും ശരീരവും ഊരും ഉടലും ഉള്ളതെല്ലാം കാരണബോധമാകുമെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ പ്രീതി പ്രസാദത്തിന്. കാരണം വെച്ചാൽ നീ ദൈവസമക്ഷം വിധേയപ്പെട്ട് വിശ്വസ്തയോടെ മുട്ടുമുത്തിയാൽ നീ ലോകസമക്ഷം ഒരു ശക്തിക്ക് ശക്തി നമ്മൾ ഗോലിയാത്തിന് സമാനമായ പ്രശ്നങ്ങൾ വരും. ശ്രദ്ധിക്കണം. നമുക്ക് ചിലർക്ക് ഒരു തെറ്റായ ധാരണയുണ്ട്. ഞാൻ ഈ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ധ്യാനിക്കുന്നു, എല്ലാം കൂടുന്നു, പിന്നെ എന്തിനീ വിട്ടുമാറാത്ത പ്രശ്നങ്ങൾ വരുന്നേ? അച്ഛൻ പണ്ടിവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രാർത്ഥിക്കാത്തവർക്കും രോഗം വരും, പ്രാർത്ഥിക്കുന്നവർക്കും രോഗം വരും. എന്നാൽ പിന്നെ അച്ഛൻ ഉള്ള സമയം അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ പോരെ? നിങ്ങൾ ഇങ്ങനെ ഒരു ചിന്ത വരാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ട്? സമാനം തരാം. ചോദ്യം ഇതാണ്. ഇതുവരെയുള്ള കാലയളവിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത്. അതായത് എന്തിനാ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എന്തിനാ കണ്ട പ്രാർത്ഥന ആത്മീയതയൊക്കെ കണ്ട? അപ്പുറത്താണെങ്കിൽ വെച്ചടി കയറ്റമാണ്. ഇവിടെ വെച്ചടി കണ്ട പുണ്യവും പ്രാർത്ഥനയും ഭക്തിയും ഇതെല്ലാം കൊണ്ട് നടന്നിട്ട് ഒരു ഉയർച്ചയില്ല, ഒരു വളർച്ചയില്ല, ഒരു മാറ്റവും ഇല്ല. എന്തിട്ട് ഗതിയാ? ഹലോ, പറഞ്ഞു പോയിട്ടില്ലേ? ചിന്തിച്ചു പോയിട്ടില്ലേ? ഒന്ന് ചിന്തയിലും ഭാവനയിലൊക്കെ വന്നു പോയിട്ടില്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നേ? ഇനി വൈകുന്നേരം നല്ലൊരു സിനിമ കണ്ട് വീട്ടിലിരിക്കത്തില്ലായിരുന്നോ? ഇന്ന് വൈകുന്നേരം അറ്റ്ലീസ്റ്റ് ഒന്ന് പുറത്തൊന്ന് പോകാൻ മേലായിരുന്നോ? ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിലോ? എന്തിനാ പ്രിയമുള്ളവർ നിങ്ങൾ ഇത്ര ത്യാഗം സഹിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്നേ? അപ്പോൾ നമുക്കും അതെ, നമ്മൾ ഈ ചിന്തിക്കുന്ന ആൾക്കും ജീവിക്കുന്നു, അവർക്കും ചിലപ്പോൾ രോഗം വരും, നമുക്കും രോഗം വരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്നവർക്കും രോഗം വരുന്നു, പ്രാർത്ഥിക്കാത്തവർക്കും രോഗം വരുന്നു. എന്താ വ്യത്യാസം? പെട്ടെന്ന് പറഞ്ഞു, എന്താ വ്യത്യാസം? ഹലോ, ഇതാ പ്രശ്നം. ചോദിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ സ്വസ്ഥമാണ്, സ്വൈര്യമാണ്, സിന്ദാബാദ് വിളിക്കും. എന്തെങ്കിലും ചോദിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പഞ്ചഭൂതം അടച്ച് അല്ലാത്തപ്പോൾ നമ്മൾ എന്തേലും സ്വരം ഉയർത്തുന്ന ടീമുകളല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ രോഗത്തിൻ്റെ മേൽ നമുക്കൊരു രോഗം അവനെ കീഴ്പ്പെടുത്തത്തില്ല. അവൻ്റെ പറഞ്ഞതാണ് പണലിൽ വീട് പണിത വീടിൻ്റെ മേലും പാറപ്പുറത്ത് പണിത വീടിന്മേലും വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി വീടിന്മേലടിച്ച് 2 നിലം പൊത്തിയില്ലേ? 2 വീടിന് ഒരുപോലെ ലോകത്തിൻ്റെ ശക്തിയുടെ പ്രതിഭാസങ്ങൾ കടന്നു വന്നു. പക്ഷേ ഒന്ന് പരാജയവും ഒന്ന് നിലനിൽപ്പുമായി മാറിയില്ലേ? ഇവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് പറഞ്ഞ ഈ ആത്മീയ കാര്യങ്ങളുടെ ഒരു മുതൽക്കൂട്ടെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ഗോലിയാത്തിന് സമാനമായ മഹാമല്ലന്മാരുടെ കടന്നാക്രമണങ്ങളും വെല്ലുവിളികളും പ്രശ്നങ്ങളും, അത് രോഗാവസ്ഥയിലാകാം, സാമ്പത്തിക ഞെരുക്കങ്ങളുടെ മേലെയാകാം, സമാധാനത്തിൻ്റെ മേഖലയാകാം, സ്വസ്ഥതയുടെ മേഖലയാകാം. ഗോലിയാത്തിനെ പോലെ മഹാമല്ലനായി നിൽക്കുന്ന ഒരവസ്ഥ വിശേഷം നിങ്ങളുടെ മുമ്പിൽ ഹിമാലയ പർവ്വതം പോലെ ഉയർന്നു പൊങ്ങി നിൽക്കാം. അവിടെ നിങ്ങളെ സംബന്ധിച്ചോളം പക്ക ഒരു പീറ മൂക്കിളി ഒലിപ്പിച്ച് നടക്കുന്ന, ഒരു പൗതിയില്ലാത്ത ബനീനി വിട്ട് നടക്കുന്ന, ട്രൗസർ വിട്ട് നടക്കുന്ന ഒരു കൊച്ചുകുട്ടി ദാവീദാകാം. തിരിഞ്ഞു നോക്കിയേ, എവിടെയാണ് ദാവീദ് നിൽക്കുന്നത്? ദാവീദിന് മുമ്പിൽ നിൽക്കുന്ന ഗോലിയാത്ത് ആരാ സംഭവം? അപ്പോൾ ഈ ഗോലിയാത്തിനെ പോലെയുള്ള പ്രശ്നങ്ങളുടെ മുമ്പിൽ ഈ പാവപ്പെട്ട കൊച്ചാട്ടിടെ ചെറുക്കനായ ദാവീദിനെ പോലെ ഞാനും നിങ്ങളുമൊക്കെ നിൽക്കുമ്പോൾ എവിടെയാണ് വിജയം വരിക്കുന്ന കാര്യം ഉണ്ടാവുന്നേ? ദാവീദ് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നീ വാളും കുന്തവും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നീ പീഡിപ്പിക്കാനിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തെ ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നു. ദൈവത്തിന്റെ നാമം ഒന്ന് സ്വരമുയർത്തിയ ഏറ്റവും ശക്തിയുക്തം ആ മഹാമല്ലന്റെ മുമ്പിൽ ഏറ്റവും വലിയ ശക്തിയോടെ, ശക്തി പ്രഭാവത്തോടെ അഡ്രസ് ചെയ്തപ്പോൾ, വെളിപ്പെടുത്തിയപ്പോൾ, പ്രിയമുള്ളവരെ, അവിടെയല്ലേ ആ കയ്യിലിരുന്ന കൊച്ചു കവണയിലേക്ക് ആ കല്ലൊന്നെടുത്ത് തൊടുത്തു വിട്ടപ്പോൾ ആ കൊച്ചു കല്ലല്ലേ ആ മഹാമല്ലനെ നിലം പൊത്തിച്ചത്? അല്ലേ? ഈ കല്ലിനൊരു ബലവും ഈ കവണയ്ക്കൊരു ശക്തിയും അത് ചെയ്യാനുള്ളൊരു പ്രേരണയും നിനക്ക് എവിടെ കിട്ടും? എവിടെ കിട്ടും? നിന്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾക്ക്, നിന്റെ കയ്യിലിരിക്കുന്ന അവസരങ്ങൾക്ക്, സമയത്തിന് പ്രിയമുള്ളവരെ ഒരു ബലം കിട്ടണമെങ്കിൽ, ശക്തി കിട്ടണമെങ്കിൽ അത് ഉപയോഗിക്കുന്നതിനും എന്ത് ചെയ്യണം? ദൈവത്തിന്റെ നാമം. നിന്റെ സമയത്തിന്റെ സമയം ഒരു അനുഗ്രഹമാകാം, നിന്റെ പ്രവൃത്തി ഒരു അനുഗ്രഹമാകുക, നീ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒരു അനുഗ്രഹമാകുക, അതിനൊരു ശക്തി ലഭിക്കുവാൻ, അതിനൊരു മഹത്വം ലഭിക്കുവാൻ, അതൊരു ഉപകാരമായി തീരുവാനായിട്ട് നീ അത് ഉപയോഗിക്കുന്നതിനും എന്ത് ചെയ്യണം? അതിനച്ഛൻ പറഞ്ഞത്, നിങ്ങളെ പ്രഭാതത്തിൽ ഉണരുമ്പോൾ ഒരു ദിവസത്തെ യാത്ര മുഴുവൻ, ഒരു ദിവസത്തെ സംരംഭങ്ങൾ മുഴുവനും ദൈവപ്രീതിക്കും പ്രസാദത്തിനും പാത്രബദ്ധമാകുവാൻ നിങ്ങളുടെ ഭവനത്തിന്റെ സക്രാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, നിങ്ങളുടെ ഭവനത്തിന്റെ പവർ ബാങ്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭവനത്തിലെ തിരുഹൃദയത്തിന്റെ മുമ്പിൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എണീക്കുന്ന പാടെ, ഉണരുന്ന പാടെ
ഒന്ന് കടന്നു വന്ന് മുട്ടുകുത്തുക, ഒന്ന് സാഷ്ടാംഗപ്രണാമം ചെയ്ത പ്രിയമുള്ളവരെ, നിനക്ക് വേണ്ടി മാത്രമല്ല, ആ കുടുംബത്തിൽ നീ ആരെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്നോ അവർക്കെല്ലാം വേണ്ടി കൂടെ. നീ ആരോടും പറയരുത്, നീ ആരെ കൊണ്ടും ചെയ്യിപ്പിക്കാൻ നോക്കരുത്. ഞാൻ പറഞ്ഞു, ഈ അപ്പൻ സ്വയം ഒന്ന് മുട്ടുമടക്കാനും സ്വയം ഒന്ന് സാഷ്ടാംഗപ്രണാമം ചെയ്യാനും ഡിഗ്രിക്ക് എടുക്കുന്ന പ്രായപൂർത്തിയായ വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ആ കൊച്ചു യുവതിയായ സഹോദരിക്ക്, മകൾക്ക് പ്രിയമുള്ളവർ യാതൊരു മടിയും മടുപ്പും തോന്നിയില്ല. അപ്പന് മുട്ടുകുത്താമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് മുട്ടുകുത്തിക്കൂടാ? അതുകൊണ്ട് ഈ തിരുഹൃദയ മാസം അച്ഛൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്: തിരുഹൃദയ സമക്ഷം ഒന്ന് സമർപ്പിക്കുന്ന ഒരു സമർപ്പണ ജീവിതത്തിന്റെ സമ്പന്നതയ്ക്ക് നിങ്ങൾ സാക്ഷികളാവുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനുശേഷം പ്രിയമുള്ളവരെ, നിങ്ങൾ സമർപ്പിച്ചു കഴിയുമ്പോൾ അച്ഛൻ പറഞ്ഞതാണ്, നിങ്ങൾ ഈ തിരുഹൃദയ ദിനങ്ങളിൽ പ്രത്യേകിച്ച് ഓർക്കുക. അച്ഛനെ കുട്ടി സംഭവം കൂടെ പറയുകയാണ്. ഈ അച്ഛനൊരു പള്ളിയിൽ ഒരു ധ്യാനവുമായി ബന്ധപ്പെട്ട് അച്ഛൻ ആദ്യം പറയാനുള്ള ധ്യാനത്തിന് ചിന്ത ഈ തിരുഹൃദയവുമായി ബന്ധപ്പെട്ട. അച്ഛൻ ഏറ്റവും ഇഷ്ടം തിരുഹൃദയത്തെ കുറിച്ച് പറയാനാണ്. അങ്ങനെ തിരുഹൃദയത്തെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. പറഞ്ഞ അന്നത്തെ ധ്യാനം എല്ലാം കഴിഞ്ഞ് 9:30 സമയം ആരാധനയും പ്രാർത്ഥനയും കൈപ്പുറ ശുശ്രൂഷയും എല്ലാം കഴിഞ്ഞ് ഒരു 9:15 സമയം പ്രിയമുള്ളവരെ, അപ്പോൾ ഓടിപ്പിടിച്ചൊരു ചേട്ടൻ സങ്കീർത്തിലേക്ക് വരികയാണ്. അച്ഛൻ ഒന്ന് കാണാനാണ്, ഒരു വാക്ക് പറയാനാണ്. ഞാൻ അടുത്ത് വല്ല കൗൺസിലിങ്ങിനോ വല്ല പ്രാർത്ഥനാ സഹായത്തിനാണെന്നോ. പൊടുന്നിനെ ഈ മനുഷ്യൻ പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്തു. അപ്പം ഞാൻ ഓർത്ത് വല്ല കുർബാനയ്ക്ക് വല്ല പൈസ തരാനായിരിക്കുമെന്ന്. ഈ മനുഷ്യൻ പേഴ്സ് എടുത്തിട്ട് ഒരു പേപ്പർ അങ്ങ് എടുക്കുകയാണ്, ഒരു വെള്ള വൈറ്റ് പേപ്പർ. ഞാനൊന്ന് കണ്ടിട്ട് അന്ന പേപ്പറൊന്നും ശ്രദ്ധിച്ചില്ല. പ്രിയമുള്ളവരെ, ആ പേപ്പർ ഇങ്ങനെ ഒരു 2 പാളിയുള്ള പേപ്പറായിരുന്നു, അല്ല ഒരു പേപ്പർ കഷ്ണമായിരുന്നു. അതിങ്ങനെ തുറന്നപ്പോൾ ഏതാണ്ട് ഫോസിൽ പോലെ അല്ലേ അസ്ഥികൂടം പോലെ സംഭവം പറഞ്ഞ പോലെ ഇങ്ങനെ അവിടെ ഇവിടെ അങ്ങനെ ഒരു രൂപം ഒട്ടിച്ചു വെച്ചേക്കുക. എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ദൈവിക പേപ്പറിനകത്ത് ഉപകാരസ്മരണയുടെ കോളം കണ്ടിട്ടില്ലേ? ഹലോ, ഉപകാരസ്മരണ, ഉദിഷ്ടകാര്യം സാധിച്ചതിന് ഉപകാരസ്മരണ. അപ്പം നമ്മൾ കണ്ടില്ലേ പണ്ടത്തെ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ, ഈശോയും യൂദാത്ത ദൈവത്തിൻ്റെ ഫോട്ടോയൊക്കെ കാണുന്നില്ലേ? അങ്ങനെ ഉദിഷ്ടകാര്യത്തിൻ്റെ ഉപകാരസ്മരണ എന്ന് പറഞ്ഞ പോലെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു പത്രത്തിൻ്റെ ആ ഒരു തിരുഹൃദയ കട്ടിങ്, അതിന് പല ഭാഗങ്ങളും ഇല്ല. എങ്ങനെയാ പറയാ, അതിങ്ങനെ പുള്ളി ഒട്ടിച്ച് വെച്ചേക്കുക. ഞാൻ ചോദിച്ചു, ചേട്ടാ ഇതെന്നാ ഇന്നലെ കളറുള്ള തിരുഹൃദയ ഫോട്ടോ ഒക്കെ ഉള്ളപ്പോൾ ഈ പക്ക പ്യുവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള ഒരു പടം വളരെ ദയനീയമായ ഒരവസ്ഥയിൽ ഒരു വെള്ള പേപ്പറിൽ ഒട്ടിച്ചു വെച്ചേക്കുന്നു. എനിക്ക് അതിശയം, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇന്ന് എത്രയോ മനോഹര തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ ഒക്കെ, ഇത്ര നല്ല സ്റ്റാർ തിരുഹൃദയ ഫോട്ടോ ഒക്കെ ഉള്ളപ്പോൾ ഈ മനുഷ്യ കുഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഇല്ല, കംപ്ലീറ്റ് രൂപ അല്ലത്, ഒത്തിരി അവിടെ ഇവിടെ പറഞ്ഞു പോയ രൂപ. ഈ മനുഷ്യൻ പറഞ്ഞു തരാനുണ്ട്, അത് എടുത്ത് കാണിച്ച ഇത് കണ്ടോ? ഇനി ഞാനൊരു കാര്യം പറയാം അച്ഛാ, ഇപ്പം അച്ഛൻ്റെ മുമ്പ് ഞാൻ ഇത്ര മിടുക്കനായിട്ട് നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഓസ്ട്രേലിയയിലാണ് അച്ഛാ. ഇവിടെ നിൽക്കുന്നതിന് വലിയ രഹസ്യമുണ്ട്. ഞാൻ വിവാഹം കഴിച്ച് 2-3 മാസം പിന്നിട്ടതേ ഉള്ളൂ. പെട്ടെന്ന് ആളുടെ ഒരു തൊഴിൽ നഷ്ടപ്പെട്ടു. അതിനുശേഷം പുള്ളി ഒരു ബിസിനസ് ആരംഭിച്ചു, അത് അട്ടർ ഫെയിലിയറായി. അതിനുശേഷം പുള്ളി ചില തെറ്റായ ബന്ധങ്ങളിൽ പെട്ടു. ഇല്ലാത്ത കൂട്ടുകെട്ടും ഇല്ലാത്ത പ്രശ്നങ്ങളും അതിനകത്തുണ്ടായി. ഭാര്യ വീട്ടുകാരും ഈ ചേട്ടൻ്റെ മാതാപിതാക്കളും സഹോദരന്മാരെല്ലാം ഈ പുള്ളിയെ ആട്ടി ഓടിച്ച് ഇറക്കി വിടുന്നതിന് തുല്യമായി. ഒരു വിവരമില്ലാത്ത, കാര്യപ്രാപ്തിയില്ലാത്ത, കാലത്തിനൊത്ത് മാറ്റം വരുത്താത്ത ഒരുത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ പോലും പുച്ഛഭാവത്തോടെ പരിഹാസമെന്ന് ആയപ്പോൾ ഈ മനുഷ്യൻ ഒരു ദിവസം ഇറങ്ങി തിരിച്ച് വീട്ടിൽ നിന്ന് ഒന്നുമില്ലാതെ പ്രിയമുള്ളവരെ, വെറും അനാഥനായിട്ട്, വെറും ഒറ്റപ്പെട്ടവനായിട്ട്, വെറും തിരസ്കൃതനായിട്ട്, ഇനി എനിക്ക് ജീവിക്കേണ്ട, ഇറങ്ങിപ്പോകുന്ന വഴിക്ക് എന്ത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മനുഷ്യന് ഒരു പെരുമഴ പെയ്തിറങ്ങി. ആ വലിയ മഴ പെയ്തിട്ട് പിന്നെ ഒരു ചാറ്റൽ മഴ പോലെ നിൽക്കുമല്ലോ, അല്പം വെള്ളം ഇങ്ങനെ വീഴുന്ന സമയത്ത്. അതൊക്കെ ആ ഒരു പെരുമഴ, വീട്ടിലെ പെരുമഴയും പുറത്തെ പെരുമഴയും കൂടെ ആയപ്പോഴത്തേനും ഈ മനുഷ്യന് ഇരിക്കപ്പെടുത്തിയില്ല. ആ പെരുമഴയുടെ തോർച്ച ഒരു കുട പോലും എടുക്കാതെ ആ ചാറ്റൽ മഴയും നനഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ എങ്ങോട്ടില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. സംഭവിച്ച കാര്യം പ്രിയമുള്ളവരെ, അങ്ങനെ പോകുന്ന വഴിക്കറിയാതെ വലിയ പെരുമഴ പെയ്യുമ്പോൾ റോഡിൽ കൂടെ അങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകി വരും. അതിങ്ങനെ ഒഴുക്ക് ഇങ്ങനെ ശക്തി കുറഞ്ഞു വരും. അങ്ങനെ മനുഷ്യൻ ചെരുപ്പ് പോലും ഇടാതെ, വീട്ടിൽ നിന്ന് ചെരുപ്പ് പോലും എടുത്തില്ല. അത്രമാത്രം മനസ്സൊക്കെ അങ്ങ് തളർന്നു പോയി. എന്തിന് ജീവിക്കണം? അങ്ങനെ നിഷ്പാതകനായിട്ട് ഈ മനുഷ്യൻ പറയുമ്പോൾ ചുമ്മാ വീട്ടിൽ ധരിച്ച വസ്ത്രം ധരിച്ച് അങ്ങനെ പോവുക, ഒരു ലക്ഷ്യമില്ലാതെ. എന്ത് സംഭവിക്കട്ടെ, എന്ത് വാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ കാലൊരു കല്ലിൽ തട്ടിയത് കല്ലാണോ മറ്റെന്തെങ്കിലും ആണോ, കുപ്പിച്ചിലോ അല്ലെങ്കിൽ ഇരുമ്പോ കമ്പിയോ വല്ലതാണോ എന്നറിയാനായിട്ട് നമ്മൾ ചെറിയ വെള്ളത്തിന് ഒഴിക്കേണ്ട കലക്ക വെള്ളമാണല്ലോ. പെട്ടെന്ന് ഈ മനുഷ്യൻ എന്താ നോക്കിയെന്താ, കാല് തട്ടിയത് എന്തിനെ തട്ടിയെന്ന് നോക്കിയെന്നപ്പോൾ നോക്കിയപ്പോൾ ഒരു കല്ലേലാണ്. ആ കല്ലേൽ ഇങ്ങനെ ഒരു പേപ്പർ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക. തട്ടിയ കല്ല് മനുഷ്യൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ അതൊരു പേപ്പർ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ആ പേപ്പർ എന്തായിരുന്നു? ഈ ഉപകാരസ്മരണയുടെ ഒരു കട്ടിങ്. അത് ആ പേപ്പർ ആ കല്ലേൽ ഇങ്ങനെ അലുത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുക. ഈ മനുഷ്യൻ എന്താ അറിയാവോ? ഈശോയല്ലേ
തൊഴിച്ചത്? നമുക്കറിയാമല്ലോ, പാണ്ട പറയാം, ഈശോയിലെ തൊഴിച്ചത്. ഈ മനുഷ്യന് പ്രിയമുള്ളവരെ ആ കൊച്ചു കല്ലടക്കം എടുത്ത് പോക്കറ്റ് ഇട്ടു. ശ്രദ്ധിക്കണേ, ഒരു ജീവിതത്തിന്റെ വഴിമാറ്റമാണ്. ഈ മനുഷ്യൻ ആ കല്ലെടുത്ത് പോക്കറ്റ് ഇട്ട് പോവുകയാണ്. ഒന്നും ചിന്തിക്കുന്നില്ല വേറെ. പോകുന്ന വഴിക്ക് അവിടെ തൊട്ട് പിന്നെ പരീക്ഷിച്ച, ദൈവമേ എൻ്റെ കാല് ഈശോയെ തൊട്ടല്ലോ, എൻ്റെ ഈശോയെ തൊഴിച്ചല്ലോ, എൻ്റെ കാല് ഈശോയെ തൊഴിച്ചു. പിന്നീടുള്ള ചിന്ത അതായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം വേറെ അവസ്ഥ. അപ്പം ഈ കാല് കല്ലേ തട്ടി, ആ കല്ലേ തട്ടിയതിന് ശേഷം പിന്നെയുള്ള ചിന്ത, എൻ്റെ കാല് ഈശോയെ തൊട്ടല്ലോ. അങ്ങനെ പ്രിയമുള്ളവരെ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പ്രിയമുള്ളവർ, ഈ മനുഷ്യൻ അവിടുന്ന് കുറേ അങ്ങ് നടന്നു നീങ്ങിയപ്പോൾ ചെല്ലുന്നത് ഒരു കുഞ്ഞ് കപ്പേളയുടെ ഫ്രണ്ടിലേക്കാണ്. ആ കപ്പേളയിലാട്ടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന രൂപം തിരുഹൃദയ രൂപമാണ്. ഈ മനുഷ്യൻ ആ രൂപം അകലേന്ന് ആ കപ്പേള കാണുകയും ഈശോയുടെ തിരുരൂപം കാണുകയും ചെയ്തപ്പോഴത്തേന് പെട്ടെന്ന് പൊടുന്നതിനെ പോക്കറ്റ് കിട്ട കല്ലെടുത്തൊന്ന് നോക്കി. തിരുഹൃദയം, അതും തിരുഹൃദയം. ഇത് തിരുഹൃദയത്തിന്റെ ഫോട്ടോ, അത് തിരുഹൃദയത്തിന്റെ രൂപം. പ്രിയമുള്ളവർ, ഈ മനുഷ്യന്റെ കണ്ണങ്ങോട്ട് നിറയാൻ തുടങ്ങി. ഈ മനുഷ്യൻ അവിടെ നിന്ന് ഓടി ആ കപ്പേളയിലേക്ക് ചെന്നങ്ങോട്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്തു. തമ്പുരാനെ, നിന്നെ തൊടാനും എന്നെ തൊടാനും ഒരവസരമായില്ലിത്. പ്രിയമുള്ളവർ, ഈ മനുഷ്യൻ മറ്റൊന്നുമല്ല, ഈ മനുഷ്യൻ അവിടെ കുറേ നേരം സമയം വേറൊന്നുമില്ല. ഈശോ അവനെ നോക്കി, ഈശോയെ ഈ സഹോദരൻ നോക്കി. ചുരുക്കം പറയട്ടെ പ്രിയമുള്ളവരെ, അവിടെ ഈ മനുഷ്യൻ്റെ ഒരു നവയുഗ പിറവി ആരംഭിക്കുകയാണ്. ഒരു പുതു ജീവിതം ആരംഭിക്കുകയാണ്. എല്ലാം കൊണ്ടും നട്ടം തിരിഞ്ഞ് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ഒരു ലക്കും ലഹാനുമില്ലാതെ, ഒരു കച്ചിത്തുരുമ്പ് പോലും പ്രിയമുള്ളവരെ മുന്നോട്ട് പോകാൻ വഴി കാണാതെ അലഞ്ഞി മനുഷ്യൻ പ്രിയമുള്ളവരെ ആ തിരുഹൃദയ സമക്ഷം ഒരു ചേക്കേറാൻ, ആ തിരുഹൃദയ സമക്ഷം എത്തിപ്പെടാൻ ഇട വന്നപ്പോൾ പ്രിയമുള്ളവരെ ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം, അച്ഛാ, അവിടുന്ന് തുടങ്ങിയ അച്ഛാ തമ്പുരാന്റെ സ്നേഹത്തിന്റെ, കരുണയുടെ, കരുതലിന്റെ, സംരക്ഷണത്തിന്റെ വലങ്കൈ എന്നെ വിട്ടുപിരിയാതിരുന്ന അച്ഛാ, ഇന്ന് 27 വർഷം പിന്നിട്ട് ഞാൻ അന്ന് അത്രയും നേരെ വീട്ടിലേക്കല്ല പോയത് അച്ഛാ. ഞാൻ വേറൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഞാൻ ആ കല്ല് ഒന്ന് അല്പം ചൂട് വെച്ചിട്ട് കല്ല് ചൂടാക്കിയിട്ട് ആ പേപ്പർ ഞാൻ പയ്യെ ആ കല്ലിൽ നിന്ന് അടർത്തിയെടുത്തു. എന്നുവെച്ചാൽ മൊത്തം അലുത്ത് ഒട്ടിരിക്കുക. ആ അടർത്തിയെടുത്ത ഈശോയുടെ ഫോട്ടോ കുഞ്ഞു വെള്ള പേപ്പറിൽ ഒട്ടിച്ചു. 27 വർഷം കഴിഞ്ഞ അച്ഛാ ഇതെൻ്റെ പേഴ്സിലിരിക്കാൻ തുടങ്ങിയിട്ട്. ഞാനൊരു കാര്യം അച്ഛാ പറയട്ടെ അച്ഛാ, എന്നെ ഉപേക്ഷിച്ചവർ ഇന്ന് എൻ്റെ കയ്യിൽ മുമ്പിൽ, പണ്ടത്തെ ആ പഴയ നിയമത്തിലെ പൂർവ്വ ജോസഫിന്റെ കഥയില്ലേ, അച്ഛനെ ഏറ്റവും കൂടുതൽ എന്നെ ആട്ടി പരിഹസിച്ച് പുറത്തിറക്കി വിട്ട, എന്നെ പുച്ഛഭാവത്തോടെ കണ്ട എൻ്റെ സഹോദരന്മാരിന്ന് എൻ്റെ മുമ്പിൽ കൈനീട്ടാൻ ദൈവം അവസരമൊരുക്കി. എൻ്റെ ഭാര്യ ഇപ്പം ഞാൻ ജീവിക്കുന്ന രഹസ്യപിതാവായിട്ട ഭാര്യയ്ക്ക് 3 മക്കളുണ്ട്. ഇപ്പം 3 വർഷം മുമ്പ് വരെ എനിക്ക് കോൺടാക്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ ഫോൺ നമ്പർ മാറിയപ്പോൾ എനിക്ക് കോൺടാക്ട് ഇപ്പോൾ ഇല്ല. പ്രിയമുള്ള മനുഷ്യൻ പറഞ്ഞ 27 വർഷത്തിന് സംബന്ധിച്ച് ഞാൻ ഈ മനുഷ്യനെ പരിചയപ്പെടുന്നത് പ്രിയമുള്ളവരെ. ഈ മനുഷ്യൻ പറഞ്ഞു വെച്ചിട്ട് അന്നാണ് എൻ്റെ ജീവിതത്തിൽ ഈ തിരുഹൃദയത്തിന് ഇത്രമാത്രം ഞാൻ പ്രസക്തി കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഒന്ന് കാലേ തൊട്ടൊരു അനുഭവമുള്ളൂ, ഒന്ന് കാലേ തൊട്ടൊരനുഭവം പ്രിയമുള്ളവരെ. എന്താ തമ്പുരാൻ്റെ ഒരു പ്രവൃത്തി, എന്താ തമ്പുരാൻ്റെ ഒരു ഇടപെടൽ നോക്കിയേ പ്രിയമുള്ളവർ. ഇടറിപ്പോയവൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഒപ്പിയെടുക്കുന്ന ജീവിത സാന്നിധ്യമായി ഇറങ്ങി വരുന്ന ഒരു തിരുഹൃദയനാഥ്. ഇനി ഈ തിരുഹൃദയത്തിലാണ് പ്രിയമുള്ളവരെ നിങ്ങൾ കാണേണ്ട ഒരു 9 യാഥാർത്ഥ്യങ്ങളുണ്ട്. ശ്രദ്ധിക്കണം. നിങ്ങൾ തിരുഹൃദയത്തിലേക്ക് ഇപ്പം ആ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിക്കാൻ തുടങ്ങിയപ്പോഴാണ് 1930കളിൽ ഈശോ പലതവണ വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അടുത്തതെന്താ, ഈശോയുടെ കരുണയുടെ രൂപം, ഡിവൈൻ മേഴ്സി പിക്ചറൊക്കെ വരാൻ കാണുന്നതാണ്. ലോകത്തെ സ്നേഹം കൊണ്ട് സമ്പന്നമാക്കുവാൻ, സ്നേഹം കൊണ്ട് സ്വന്തമാക്കി ഈശോയിൽ നിന്നും ആ സ്നേഹത്തിൻ്റെ മേഖലയിൽ കുറവ് വന്ന സ്നേഹരാഹിത്യം സമൂഹത്തിൽ മനുഷ്യമക്കളിൽ കടന്നു വന്നപ്പോൾ വീണ്ടും സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ, സ്നേഹത്തിൽ നിന്നും താഴെ ഇറങ്ങി വീണ്ടും കരുണയുടെ മൂർത്തിഭാവമായ തമ്പുരാൻ തൻ്റെ കരുണാകടാശത്താൽ മക്കളെ കോരിയെടുത്ത് സ്നേഹത്തിൽ നിറയ്ക്കുവാൻ ഇവിടെ ഇതാ കരുണയുടെ രൂപം നമുക്ക് കാണിച്ചു തരുന്നത് പ്രിയമുള്ളവരെ. ഇനി നമ്മൾ ആശ്രയിക്കുന്ന, നാം ശരണം വയ്ക്കുന്ന ഈ തിരുഹൃദയത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ പറയുന്നതാണ് പ്രിയമുള്ളവരെ, അവിടുന്ന് സർവശക്തനാണ്. അവിടുത്തേക്ക് മേൽ മറ്റൊരു ശക്തിക്കോ മറ്റൊരു വ്യക്തിക്കോ അധികാരമോ വിജയമോ ഉണ്ടോ? നമുക്ക് ദൈവിക ശക്തിക്ക് മുകളിൽ മറ്റൊരു ശക്തിയുണ്ടോ? ദൈവിക ശക്തിക്ക് മുകളിൽ മറ്റൊരു അധികാരമുണ്ടോ? ദൈവിക ശക്തിയുടെ മുകളിൽ മറ്റൊരു പ്രാതിനിധ്യമുണ്ടോ? അപ്പോൾ ഇതൊരു ഓർക്കുക, നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, നിങ്ങൾ ഈ സർവശക്തനായിട്ടെന്ന് ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ഈ 4 കാര്യം പറയാവോ?
എന്നിട്ട് ഞാൻ അന്ന് പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ് മനുഷ്യനോട് പ്രിയമുള്ളവരെ. മനുഷ്യത ഇപ്പം ഞാൻ ഈ പറയുന്നത് പലരോടും പറയുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് നിൽക്കുന്ന തിരുഹൃദയത്തിനൊരു പ്രത്യേകതയുണ്ട്. പണ്ട് തന്നതിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതാണ്, നിങ്ങൾ തിരുഹൃദയ സമക്ഷം ഒന്ന് മുട്ടുമടക്കിക്കൊണ്ട് നിങ്ങളുടെ ഓരോ പ്രത്യേകിച്ച് ഓരോ വെല്ലുവിളികളെ മുന്നിൽ കണ്ടിട്ട് ആ വെല്ലുവിളികളുടെ മുമ്പിൽ, പ്രശ്നങ്ങളുടെ മുമ്പിൽ, രോഗത്തിൻ്റെ മുമ്പിൽ, ഞെരുക്കത്തിൻ്റെ മുമ്പിൽ, പ്രയാസങ്ങളുടെ മുമ്പിൽ തമ്പുരാന് 4 കാര്യം ഏറ്റു പറയണം. എന്തൊക്കെ ഏറ്റു പറയണ്ടേ? പറയുന്നവർക്ക് സമ്മാനം തരാം. നിങ്ങൾ അനുഭവിക്കുന്ന നേരിടുന്ന വെല്ലുവിളികളുടെ മുമ്പിൽ ദൈവസമക്ഷം, തിരുഹൃദയ സമക്ഷം മുട്ടുമടക്കി നിങ്ങൾ 4 കാര്യങ്ങൾ എടുത്തു പറയണം. അച്ഛനിവിടെ പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. പറയാവോ? നമ്മളൊക്കെ വിശുദ്ധ കുർബാന സാധാരണഗതിയിൽ വ്യത്യസ്ത കുർബാന ചിലപ്പോഴൊക്കെ മാറിപ്പാടുന്ന ഒരു സങ്കീർത്തനത്തിൻ്റെ 4 വരികളാണ്. പറയാവോ? അത് 4 വരികളും പറയുന്നവർക്ക് ഇപ്പം തന്നെ ഒരു ബമ്പർ സമ്മാനം തരാം. നിങ്ങൾ ഒരിക്കലും അണുവിടാൻ മറന്നു പോകരുത്, വിട്ടുപോകരുത്, നഷ്ടപ്പെടുത്തരുത്. ദിവസത്തിൻ്റെ പല ആവർത്തി നിങ്ങൾ ഏത് മെയിൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും അതിനുവേണ്ടി നിങ്ങൾ ഓഫീസിലോ വേണ്ടപ്പെട്ട വ്യക്തികളുടെ മുമ്പിൽ വാതൊക്കെ നിൽക്കുമ്പോൾ, ക്യൂ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കാണാൻ, അല്ലെങ്കിൽ എവിടെ എന്തെങ്കിലും സർക്കാർ ഓഫീസുകളിൽ ചെല്ലുമ്പോൾ, ഏതെങ്കിലും പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂവിന് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നിങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു മിനിമം 3 തവണയെങ്കിലും നിങ്ങൾ ഈ 4 വാക്കൊന്ന് പറയണം. പറയാവോ? പറയേണ്ട 4 വാക്ക്. ഹലോ, ഒന്ന് പറയാവോ? അച്ഛനെ പണ്ട് ഈ സംഭവം തന്നിട്ടില്ലേ? അമ്മച്ചി ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചിക്ക് ഇതിന്റെ പുതിയൊരു മോള് നിൽക്കുന്നേ പണ്ട് തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ആ തിരുഹൃദയത്തിന്റെ ആദ്യം തന്നെ 2 പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും തമ്പുരാനെ ഇത്രത്തോളം ഏറ്റുപറയാ. തിരുഹൃദയത്തിലേക്ക് കണ്ണ് തുറന്ന് ഹൃദയ പരമാർത്ഥതയോടെ ഏറ്റവും വലിയ സ്നേഹവും, ഏറ്റവും വലിയ ആരാധനയും, ഏറ്റവും വലിയ ഇഷ്ടവും, ഏറ്റവും വലിയ കൊതിയും നിന്റെ മനസ്സിൽ, ജീവിതത്തിൽ പ്രകടമാക്കിക്കൊണ്ട് നീ ഇപ്രകാരം പറയാ: തമ്പുരാനെ, നീയാണ് എൻ്റെ ജീവിതത്തിന്റെ രക്ഷകൻ, നീയാണ് എൻ്റെ ജീവിതത്തിന്റെ നായകൻ, നീയാണ് എൻ്റെ ജീവിതത്തിന്റെ ആശ്രയം, നീയാണ് എൻ്റെ ജീവിതത്തിന്റെ സർവസ്വവും. ഒന്ന് പറഞ്ഞു മക്കളെ, പ്രിയമുള്ളവരെ. ഈ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യന്റെ ജീവിതം, പ്രിയമുള്ളവരെ, ഒരു വിധത്തിലും പുള്ളിക്ക് സാങ്ഷൻ കൊടുക്കുന്നില്ല. ഇച്ചിരി കൈക്കൂലിക്ക് വേണ്ടിയിട്ട് ഓഫീസിലായ ഇങ്ങനെ പിടിച്ചു വെക്കുക. 6 വർഷമായി ആ മനുഷ്യന് പ്രത്യേക കാര്യത്തിന് ലൈസൻസ് കിട്ടാൻ വേണ്ടി കയറി ഇറങ്ങാനായിട്ട്. ഈ മനുഷ്യനൊരു വാശിയാണ്, ഞാൻ അനാവശ്യമായിട്ട് 5 പൈസ പോലും കൈക്കൂലി കൊടുക്കുകയല്ല. ആ 6 വർഷം ഈ മനുഷ്യൻ നടക്കുകയാണ്. ഞാൻ ഈ മനുഷ്യനോട് പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ചെയ്യേ, ആ ചേട്ടൻ ആ ഓഫീസേഴ്സിനെയും ആ സ്ഥാപനം സമർപ്പിക്കുക, ചേട്ടൻ്റെ ആവശ്യമായിരിക്കുന്ന മേഖലയെ സമർപ്പിക്കുക. ചേട്ടൻ എല്ലാം ലീഗലി എല്ലാം കൃത്യമായിട്ട് എല്ലാം ചെയ്തതാണ്. പക്ഷേ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ പറഞ്ഞ കാര്യം വെച്ചാൽ, ഈ ഇതുപോലെ വീട്ടിലെ തിരുഹൃദയത്തിന് മുമ്പിൽ മുട്ടുമടക്കിയിട്ട് ആ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തിരുഹൃദയ സമക്ഷം മുട്ടുമടക്കി കണ്ണുനീരോട് തമ്പുരാനെ ഉറ്റുനോക്കിക്കൊണ്ട്, കർത്താവേ, ഈ കാര്യത്തിന്റെ മുമ്പിൽ നീയാണ് രക്ഷകൻ, നീയാണ് നായകൻ, നീയാണ് ആശ്രയം, നീയാണ് സർവസ്വം എന്ന് ഹൃദയ പരമാർത്ഥതയോടെ ഏറ്റവും വലിയ സമർപ്പണത്തോടും വിശ്വാസത്തോടും ആഗ്രഹത്തോടും ഇഷ്ടത്തോടും കൊതിയോടും കൂടെ ആ മനുഷ്യൻ സമർപ്പിച്ചതിന് ശേഷം പോകുന്ന വഴി മുഴുവനും ഇതങ്ങ് ചൊല്ലിക്കൊണ്ടുപോയി: തമ്പുരാനെ, ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ മുമ്പിൽ രക്ഷകൻ നീയാണ്, ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ മുമ്പിൽ നായകൻ നീയാണ്, ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ മുമ്പിൽ ആശ്രയം നീയാണ്, ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ മുമ്പിൽ സർവസ്വമാണ് നീ. പറഞ്ഞു പോയി. പ്രിയമുള്ളവരെ, മനുഷ്യൻ പരസ്യം പറയാ, ചെന്നപാടെ അതുവരെ മൈൻഡ് ചെയ്യാത്ത മനുഷ്യന്, അയ്യോ അപ്പച്ച ഒത്തിരി വൈകിപ്പോയല്ലേ. ആ ഓഫീസർ ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതാ: അപ്പച്ച ഒത്തിരി വൈകിപ്പോയില്ലേ. എവിടെയാണ് പ്രിയമുള്ളവർ? ആ മനുഷ്യൻ പറയാ, എനിക്കിപ്പോ ഈ 6 വർഷം പോയത് എനിക്ക് പ്രശ്നമല്ല. കാരണം ഇന്ന് ഞാൻ ഈ പാസ്സായി കിട്ടുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഞാനൊരു ദൈവത്തിന്റെ ഒരു അത്ഭുത ഇടപെടല്, എന്തിനേറെ ഞാനൊരു ബഹുമാനപ്പെട്ട പ്രിയമുള്ളവരെ, ഒരു നിങ്ങൾക്കുമായി ബന്ധപ്പെട്ട അല്ല സിസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നിങ്ങൾ പൊതുവായിട്ട് പറയാം. പ്രിയമുള്ളവരെ, ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ ആ ഹൗസിലെ ഉത്തരവാദിത്തപ്പെട്ട സുപ്പീരിയർ അല്ലെങ്കിൽ മദറുമായിട്ട് ചെറിയൊരു പ്രശ്നം വന്നു. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എവിടെയും സംഭവിക്കാമല്ലോ. നിങ്ങളുടെ വീട്ടിലും ഇല്ലേ ഈ സംശയം? അങ്ങനെയൊക്കെ വരാമല്ലോ. എന്തെങ്കിലുമൊക്കെ മുള്ളിത്തെറിച്ച കാര്യത്തിനൊക്കെ ആണെങ്കിലും വലിയ കൊമ്പത്തെ സംശയങ്ങളൊക്കെ വരാമല്ലോ. അങ്ങനെ ചെറിയ തെറ്റിദ്ധാരണ വന്നപ്പോൾ അത് തെറ്റിദ്ധാരണയോടുകൂടിയാണ് സിസ്റ്റർ വാർഷിക ധ്യാനത്തിന് മറ്റൊരു അവിടെ ഹെഡ് ഓഫീസിലേക്ക് വരുന്നത്. അപ്പോൾ നിർഭാഗ്യവശം ഞാനാണ് ധ്യാനം കൊടുത്തത്. അപ്പോൾ ധ്യാനത്തിൽ ഞാൻ പറഞ്ഞു,
നിങ്ങൾ ധ്യാനമൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ ചുമ്മാ ചെന്ന് ഹൈ ബൈ പറയരുത്. ഏതെങ്കിലും വിധത്തിൽ ആരോടെങ്കിലും രമ്യപ്പെടാനോ ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനെങ്കിൽ എന്നറിയാൽ വെറുതെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വെറുതെ ക്ഷമ ചോദിക്കുന്ന ഒരു കില്ല പന്നപ്പണി ചെയ്യരുത്. ഇന്ന് എല്ലാ തോന്നിവാസവും കാണിക്കും. അവസാനം ഏറ്റവും വലിയ തോന്നിവാസം എന്താ? ഒരു പൊട്ട സോറിയും കൂടെ. ശ്രദ്ധിച്ച് നോക്കിയേ, ചെയ്യാവുന്ന എല്ലാ തോന്നിവാസവും ചെയ്യും, അവസാനം ഒരു പൊട്ട സോറിയും കൂടെ. നിങ്ങൾ ഈ സോറി മാത്രം പറഞ്ഞ് അവസാനിക്കുന്ന ഒരു പൊട്ട പണിയാണ്. പക്ഷെ നിങ്ങൾ അതിനൊപ്പം 3 പണി നിങ്ങൾ ചെയ്യണം. അച്ഛൻ നിങ്ങൾ പറഞ്ഞിട്ടാണോ കഴിഞ്ഞ പ്രാവശ്യം? അച്ഛൻ്റെ ഓർമ്മ ശരിയാണ്, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തോന്നേ. നിങ്ങൾ എന്തെങ്കിലും ഒരു കുറവ്, വീഴ്ച, തെറ്റ് ആരോട് എപ്പോൾ എന്ത് ചെയ്താലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹവും കരുണയും ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ 3 കാര്യം ചെയ്യണം. ഏതൊക്കെയാണ് ചെയ്യേണ്ടേ? ഇപ്പം ഞാൻ ഈ ചേച്ചിയോടൊരു വാക്ക് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. ചേച്ചി എന്തെങ്കിലും നോക്കിയിരിക്കുന്നത് ഞാൻ ഷൗട്ട് ചെയ്യുന്നിരിക്കട്ടെ. ഞാൻ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടേ? ഞാൻ ചേച്ചിയോട് ചേച്ചിയെ തെറ്റിദ്ധരിച്ചതിന് ക്ഷമിക്കണം എന്ന് പറയണോ? നിങ്ങൾ മിണ്ടിയില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ഈ പണി ചെയ്യാതിരിക്കുക. പക്ഷെ നിങ്ങൾ ചെയ്യുകയാണ് അന്തസ്സായിട്ട് എന്ത് ചെയ്യണം? ഞാൻ ഈ ചേച്ചിയുടെ അടുത്ത് നിന്നിട്ട് പറയാം, ചേച്ചി ക്ഷമിക്കണം കേട്ടോ, ഞാൻ ചേച്ചി വേറെ എന്തോ സങ്കടത്തിൽ പ്രയാസത്തിലേക്ക് മനസ്സിലാക്കാതെ ഇത്രയും സമൂഹത്തിന് മുമ്പ് ഞാൻ ചേച്ചിയെ തെറ്റിദ്ധരിച്ചതിന് എന്നോട് ക്ഷമിക്കണം. തീർന്നില്ല, ഫുൾ സ്റ്റോപ്പല്ല, കോമയാണ്. അടുത്തത്, ചേച്ചിയുടെ ബ്ലെസ്സിങ് എനിക്ക് വേണം, ഒരു അനുഗ്രഹം എനിക്ക് വേണം. കാരണം ഞാൻ ഈ ചേച്ചിയെ ചെറുതാക്കിയതിൻ്റെ പരിഹാരം എന്താ? പറഞ്ഞേ, ഞാൻ ഈ സഹോദരിയെ നിങ്ങളുടെ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ചെറുതാക്കിയതിൻ്റെ പരിഹാരം എന്താ? പറഞ്ഞേ, സമ്മാനം തരാം. ചേച്ചിക്ക് മുമ്പ് സമ്മാനം തന്നില്ലായിരുന്നു. എന്താ പറയാ? അതിന് തക്കതായ മറുപടി പറയാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ സഹോദരി ഇകഴ്ത്തി കാണിക്കോ അല്ലെ ചെറുതാക്കിയതിന്റെ പരിഹാരം എന്താ? ശ്രദ്ധിക്കുക. ചേട്ടൻ കൊന്നേ ഒരു പരിശുദ്ധാത്മാവിന്റെ ATM കാർഡ് ഇറങ്ങുന്നേ. ആ പോക്കറ്റ് ഒത്തിരി സാധനം കിടപ്പുണ്ട്, അതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ വെച്ചോ. പറ്റുമെങ്കിൽ എല്ലാ സാധനം മാറ്റാൻ ഈ ATM കാർഡ് പോക്കറ്റ് വെക്കുക. പരിശുദ്ധാത്മാവിന്റെ ATM കാർഡാണേ. ഓക്കെ, ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, ഞാൻ എന്നാ സോറി പറഞ്ഞാലും ഞാൻ ഈ സഹോദരിയെ ചെറുതാക്കിയതിന് പരിഹാരമാകുന്നത് ഒരൊറ്റ പ്രവൃത്തിയിൽ എവിടെയാ? ഞാനൊന്ന് ചെറുതായി ഞാൻ ഇയാൾ എന്തായി കാണണം? ശ്രേഷ്ഠയായിട്ട് വലുതായി കാണണം. അതുകൊണ്ടാണ് ഞാനൊന്ന് എളിമപ്പെട്ടുകൊണ്ട്, ഞാൻ എത്ര പുരോഗതിനാണേലും എത്ര ശ്രേഷ്ഠം പ്രിയമുള്ളവരെ, ഞാൻ ഈ മകളെ ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ മകളെ വലുതായി അംഗീകരിക്കുന്നിടത്തോളം കാലം എന്നിൽ ഒരു പരിഹാരം അവശേഷിക്കുക, എന്നൊരു കടമ അവശേഷിക്കുക. എന്താണ്? ഞാൻ ഈ സഹോദരിയുടെ ബ്ലെസ്സിങ്, അനുഗ്രഹം, സഹോദരി എന്നെ അനുഗ്രഹിക്കണം, എന്നെ അങ്ങയുടെ പ്രാർത്ഥനയിൽ ഓർക്കണമേ. ഇപ്പോൾ ഞാൻ ചെയ്ത തെറ്റിന് നല്ലൊരു മറുപടി ആയോ? ഈ 3 പണി നിങ്ങളൊന്ന് ചെയ്യാവോ? ക്ഷമ ചോദിക്കണം, ആളുടെ ബ്ലെസ്സിങ്ങും ആളുടെ പ്രാർത്ഥന സഹായം ചോദിക്കണം. ഇതാണ് ചെയ്യേണ്ട പണി. ഞാൻ ഈ ബഹുമാനപ്പെട്ട സിസ്റ്റർ ധ്യാനം കഴിഞ്ഞു അടുത്തിലേക്ക് ചെല്ലുന്നു. ഇച്ചിരി വളരെ സീനിയറായ ഒരു റിട്ടയർഡ് കോളേജിൽ പ്രിൻസിപ്പാളാണ് ഒരു മദർ. ഈ പാവപ്പെട്ട സിസ്റ്റർ പാവപ്പെട്ട നഴ്സറി സ്കൂളിൽ പഠിപ്പിക്കുന്ന സിസ്റ്ററായിട്ട് 6-7 വർഷം ആയതേ ഉള്ളൂ. ഒരു കുരുട് സിസ്റ്ററാണ്. കണ്ട പാടെ മദറിനോട് പറഞ്ഞ്, മദറെ ക്ഷമിക്കണം. ഇത് പറഞ്ഞ പാടെ മദർ അങ്ങോട്ട് കുതിരി ഓടി, എനിക്ക് ക്ഷമയും വേണ്ട, ഒന്നും വേണ്ട. ഇച്ചിരി വാശിക്കാരി, കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പാളൊക്കെ ആണല്ലോ, അപ്പം ഇച്ചിരി തണ്ടും തടിയൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും. പ്രിയമുള്ളവരെ, ഈ സിസ്റ്റർ എന്ത് ചെയ്തു? ഈ മദർ എന്ത് ചെയ്തു? ഈ മകള് ആദ്യത്തെ ഡയലോഗ് പറഞ്ഞോളൂ, ഇത്ര 3 കാര്യം ചെയ്യണ്ടേ? സിസ്റ്റർ എന്നോട്, അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ പാടെ എനിക്ക് ക്ഷമയും കേൾക്കേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് പുള്ളി കുതിരി ഓടി. എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, ഓർക്കണം, ഈ സിസ്റ്ററിൻ്റെ ഉടുപ്പിട്ട 7 വർഷമായി, മടത്തി ചേർന്നിട്ട് എല്ലാം കൂടെ 5 വർഷം, അതങ്ങനെ 7, 5, 13, 14 വർഷത്തെ അനുഭവത്തിനിടയിൽ ഈ സിസ്റ്റർ നേരിട്ട് തമ്പുരാനെ ദർശിച്ച ഒരു ഇവൻ്റായി. ഈ മദർ ഈ സിസ്റ്ററിന്റെ ക്ഷമ കേൾക്കാതെ പുറം തിരിഞ്ഞപ്പോൾ അവിടെ ആര് പ്രത്യക്ഷപ്പെട്ടു? സാക്ഷാൽ ദിവ്യനാഥൻ ഈ സിസ്റ്ററിന്റെ മുമ്പിൽ ഒരു മനുഷ്യരൂപം കൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ മദറിന് പകരമായിട്ട് ആര് ക്ഷമ സ്വീകരിച്ചു? സംഭവിച്ചൊരു കാര്യമാണ് പ്രിയമുള്ളവർ. കോഴിക്കോട് ഞാനത് പറയാൻ കാരണം എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ചൊരു, കാരണം നിങ്ങളൊരു പക്ഷെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ക്ഷമ കൊടുക്കുന്നവർ അംഗീകരിക്കാതിരിക്കുകയോ അവർ പുറംതിരിഞ്ഞു പോവുകയോ നിങ്ങളെ അട്ടഹസിക്കുകയോ നിങ്ങളെ പരിഹസിക്കുകയോ ചെയ്യുമ്പോൾ ഓർക്കുക, നീ നിന്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ മറ്റൊരു ലാഭേശയോ മറ്റൊരു ദുഷ്ടലാക്കോ ഇല്ലാതെ നിഷ്കളങ്കമായൊരു മനസ്സോടും നിഷ്കളങ്കമായൊരു കാഴ്ചപ്പാടും കൂടി നീ ചെയ്യേണ്ട കടമ ചെയ്യുക. നീ ചെയ്യുന്നത് സ്വീകരിക്കാൻ ആൾക്ക് മനസ്സില്ലെങ്കിൽ ആരവിടെ പകരം വരും? പ്രിയമുള്ളവരെ, തൻ്റെ 13 വർഷത്തെ തമ്പുരാന് കൊടുത്ത ജീവിതത്തിൽ ആ സൃഷ്ടി അനുഭവിച്ച ഏറ്റവും വലിയൊരു ദൈവ ദർശനത്തിന്റെ പുണ്യ നിമിഷാർത്ഥമായി മാറി ഏത്?
ഈ ക്ഷമാപണ നിമിഷം മനസ്സിലായോ? തീർന്നില്ല. തമ്പുരാനെ കണ്ടു, ഈ മകള് തമ്പുരാന്റെ മുമ്പിൽ പിടിച്ച് തമ്പുരാൻ മുട്ടുകുത്തി അനുഭവിക്കുക. സാക്ഷാൽ മനുഷ്യരൂപത്തിൽ തമ്പുരാൻ ഈ മകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഈശോ എന്നിട്ട് നിൽക്കുമ്പോൾ ഈശോ തൊണ്ടി വന്ന് പ്രാർത്ഥിച്ചു, പോയി. ഇത് കഴിഞ്ഞ പാടെ തുള്ളിപ്പോയ മുറിയിലേക്ക് പോയ മദർ ഇതാ മന്ദം മന്ദം ആകതയാകുന്നു. ഇരിക്കപ്രതി ഉണ്ടാവുമോ? ആ മടങ്ങിപ്പോയ കേൾക്കാതെ പോയ പുള്ളിക്ക് ഇരിക്കപ്രതി ഉണ്ടാവുമോ? പുള്ളി ഒന്ന് പ്രേമുള്ളവരെ ഈ മകളെ ഒന്ന് കെട്ടിപ്പിടിച്ചു. ഈ സിസ്റ്റർ പറഞ്ഞ മറുപടി എന്നെ അറിയാവോ? അമ്മ അങ്ങനെ ഒരു പണി ചെയ്തുകൊണ്ട് എനിക്ക് തമ്പുരാനെ കാണാൻ പറ്റിയെന്ന്. അമ്മ അങ്ങനെ ഒരു പണി എനിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് സാക്ഷാൽ എൻ്റെ ജീവിതത്തിൽ തമ്പുരാനെ ഞാൻ മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, അറിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ എനിക്ക് സാക്ഷാൽ എന്ന് തമ്പുരാനെ നേരിട്ട് എൻ്റെ കൺമുമ്പിൽ തൊട്ട് നൊന്ത് രുചിച്ചറിയാനായിട്ട് എനിക്ക് സാധിച്ചു. ഹല്ലേലൂയ. എണീറ്റേ, ഒന്ന് വട്ടം കറങ്ങിക്കേ. ഇരിപ്പത് കുറേ നേരമായല്ലോ. നമ്മൾ അനുഗ്രഹീതനായ സഹോദര ഒരു കുഞ്ഞ് 2 ലൈനൊക്കെ ഒന്ന് പാടിക്കേ. ഒന്ന് ആക്കം കൊള്ളിച്ച് നമുക്ക് പെട്ടെന്ന് ആരാധനയ്ക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഈ ഹൃദയത്തെക്കുറിച്ച് മാത്രം പെട്ടെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം മാത്രമേ അച്ഛൻ പറഞ്ഞുള്ളൂ. സർവശക്തൻ്റെ മുമ്പിൽ നിങ്ങൾ സർവ്വം താഴ്മയോടെ സമർപ്പിതാണ്. ശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ ശക്തമായ കരത്തിൻ്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടുകൂടി ശിരസ്സ് നമിക്കുമ്പോൾ, മുട്ടുമുത്തുമ്പോൾ, സാഷ്ടാംഗ പ്രണാമം ചെയ്യുമ്പോൾ ആ സമർപ്പണത്തിൽ നീ പറയണം, തമ്പുരാനെ നീയാണ് എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകൻ, നീയാണ് എൻ്റെ ജീവിതത്തിൽ. അത് നിങ്ങൾക്ക് പാടിയാലോ മോനെ? സങ്കീർത്തനം. ദൈവം എൻ്റെ രക്ഷകൻ, ദൈവം എൻ്റെ നായകൻ, ദൈവം എൻ്റെ ആശ്രയം. ഞാൻ അധികം പാടാൻ കോടി പിടിച്ചു. ദൈവം എൻ്റെ രക്ഷകൻ, ദൈവം എൻ്റെ നായകൻ, ദൈവം എൻ്റെ ആശ്രയം, ദൈവം എൻ്റെ സർവ്വം. ഒന്ന് കരമുയർത്തി എല്ലാവരും. ദൈവം എൻ്റെ രക്ഷകൻ, ദൈവം എൻ്റെ നായകൻ, ദൈവം എൻ്റെ ആശ്രയം, ദൈവം എൻ്റെ സർവ്വം. ഒരിക്കൽ കൂടെ കരമുയർത്തി സ്വരമുയർത്തി. ദൈവം എൻ്റെ രക്ഷകൻ, ദൈവം എൻ്റെ നായകൻ, ദൈവം എൻ്റെ ആശ്രയം, ദൈവം എൻ്റെ സർവ്വം. നന്നായിരിക്കുന്നു. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച പ്രിയമുള്ളവരെ, ഒരു നിമിഷം നിങ്ങളുടെ സ്വന്തം ഭവനത്തിലെ തിരുഹൃദയത്തിലേക്ക് ഭാഗ്യമായ കണ്ണുകളുടെ ശൂൽക്കണ്ണുകളുടെ നുറ്റു നോക്കിക്കേ. ആ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുഹൃദയനാഥൻ്റെ സർവശക്തൻ്റെ തണലിൽ ഒന്ന് അഭയം പ്രാപിച്ച് വലയം വെച്ച് ഒന്ന് അവനിൽ വലയം പൂണ്ട് നിന്റെ ജീവിതം ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സുകൊണ്ട് നിങ്ങളുടെ ഭവനത്തിലെ തിരുഹൃദയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒന്ന് ഹൃദയത്തിൽ ആ 4 വരികൾ നിശബ്ദതയിൽ ഒന്ന് ഉരുവിട്ടെ. നിങ്ങളുടെ ഭവനത്തിലെ തിരുഹൃദയം മുന്നിൽ കണ്ടുകൊണ്ട് ഈ പാടിയ 4 വരികൾ നിങ്ങൾ നിശബ്ദമായിട്ട് നിങ്ങളുടെ മനസ്സിലൊന്ന് പാടിക്കേ. ഈശോമിശിഹായുടെ സകലവിധ വാഗ്ദാന അനുഗ്രഹ അഭിഷേകത്തിന് ഞങ്ങൾ യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ പിതാവേ, സകല മാലാഖമാരെ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിങ്ങൾ പണ്ടത്തെ കൈ കൊടുക്കാതെ നിങ്ങളുടെ മുമ്പിലുള്ളവരെ ദൈവസാന്നിധ്യം കണ്ടുകൊണ്ട് ഒന്ന് 2 കരം ചേർത്ത് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് മുഖം നോക്കി ദൈവാനുഗ്രഹമാകട്ടെ എന്ന് പറഞ്ഞേ. മിനിമം 3 പേർക്ക് നിങ്ങൾ അനുഗ്രഹം കൊടുക്കുമ്പോൾ നന്മ കാണുമ്പോൾ മിനിമം 3 പേർക്ക്, പാസ് മാർക്ക് 3 പേർക്ക് കൂടാം. ശാന്തമായിട്ടൊന്നിരുന്നേ, പെട്ടെന്നിരുന്നേ. അതുകൊണ്ട് അച്ഛൻ നിങ്ങളുടെ തുടക്കത്തിലെ കാര്യം പറയാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഈ ഒരു 4 കാര്യങ്ങൾ രക്ഷകൻ, നായകൻ, ആശ്രയം, സർവസ്വം എന്ന് പറയുമ്പോൾ മിനിമം 3 ആണ്. പിന്നെ അടുത്ത 3 നമ്പർ ഏതൊക്കെയാ? 9, 33. മിടുക്കി അമ്മച്ചി, അമ്മച്ചിക്ക് ഒരു ATM കാർഡും കൂടി തരാം.
ഇവിടെ ഇരിക്കുന്ന ഞങ്ങളെ പലരെ ലജ്ജിപ്പിക്കുന്ന ഒരു അമ്മച്ചിയാണ്. ശ്രദ്ധിക്കുക, 4 നമ്പറുണ്ട് അഭിഷേക നമ്പർ. ഏറ്റവും മിനിമം എത്രയാ? 3 ത്രിത്വത്തിൻ്റെ നമ്പർ. 9, പിന്നെ 33, പിന്നെ നിങ്ങളുടെ പ്രായം. പക്ഷെ പ്രായത്തിനൊരു വലിയ ഇതുണ്ട്, നിബന്ധനയുണ്ട്, കണ്ടീഷനുണ്ട്. എന്നാ അറിയാവോ? 1 കൂടിയാൽ ചേട്ടനും ചേട്ടത്തിക്കും പോവും, 1 കുറഞ്ഞാൽ അനിയനും അനിയത്തിക്കേ പോവുള്ളൂ. കുഴപ്പമില്ല, അവർക്ക് കിട്ടിക്കോളും. നിങ്ങളുടെ പ്രായം കൂട്ടാനും കുറയ്ക്കാനും അനുവാദമുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ മനസ്സ് വെച്ചെന്ന് ചെല്ലാവോ ഈ സംഭവം? കാര്യം നമ്മൾ എന്തിനെ തിക്കും തിരക്കും? ഒന്ന് തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുമടക്കി ശിരസ്സം വെച്ചെന്ന് പറഞ്ഞ്, തമ്പുരാനെ എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ നീയാണ് രക്ഷകൻ. അതാണ് തിരുഹൃദയത്തിന് മുമ്പിൽ നിങ്ങൾ പറയേണ്ട, വെളിപ്പെടേണ്ട. നീ ഏറ്റു പറയണം. ഞാൻ പറഞ്ഞല്ലോ, ദാവീദ് ഏറ്റു പറഞ്ഞിട്ടാണ്, ആ ഒരു തിരുമൊഴി പറഞ്ഞിട്ടാണ് ദാവീദ് തൻ്റെ കയ്യിലിരുന്ന കവണയെടുത്ത് ദാവീദ് ആ കവണയെ ആ കല്ല് തൊടുത്ത് വിട്ടത്. ശരിയല്ലേ? അല്ല, വെറുതെ ചുമ്മാ എടുത്തു വിടുകയാണ് ചെയ്തേ. വെറുതെ അതൊരു കല്ലാണ്, വെറുതെ ഒരു സാധാരണ കവണയാണ്. പക്ഷെ ആ കല്ലിനും കവണയ്ക്കും ഈ മഹാമല്ലനെ നിലം പൊത്താൻ തക്ക വിധം പവർ ലഭിച്ച എവിടെയാ? തമ്പുരാനെ നാമം എടുത്ത് പറയുമ്പോഴാണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് അതിനകത്ത് വലിയ മഹത്വം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അടുത്ത പ്രധാനപ്പെട്ട കാര്യമാണ് പ്രിയമുള്ളവരെ, നീ സ്നേഹിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നീ കാണുന്ന തിരുഹൃദയം പ്രിയമുള്ളവരെ സ്നേഹം തന്നെയാണ്. അവിടത്തേക്കാളും ഉപരിയായി മറ്റാർക്കും നിന്നെ സ്നേഹിച്ച് സമ്പന്നനാകാൻ പറ്റുകയില്ല. ഞാൻ നിങ്ങളൊക്കെ സ്നേഹത്തിന്റെ പരവേശം പിടിച്ച് പട്ടിണി പിടിച്ച് ആർത്തി പിടിച്ച് നടക്കുകയാണല്ലോ. സ്നേഹം സ്നേഹം സ്നേഹം. പ്രിയമുള്ളവരെ, തിരുഹൃദയം ഒഴുക്കുന്നതും തിരുഹൃദയം സമ്മാനിക്കുന്നതും തിരുഹൃദയം സാക്ഷ്യമാക്കുന്നതും സ്നേഹത്തിന്റെ നിറകുടമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, സ്നേഹം തന്നെയാണ്. നീ ശരണം വയ്ക്കുന്ന തിരുഹൃദയനാഥൻ സ്നേഹം തന്നെയാണ്. അവിടത്തേക്കാൾ ഉപരിയായി മറ്റൊന്നിനും നിനക്ക് സ്നേഹമുണ്ട് നിനക്കാനായിട്ട് പറ്റിയല്ല. ശക്തനാണ്, സ്നേഹം തന്നെയാണ്. മൂന്നാമത്തെ കാര്യം പെട്ടെന്ന് പറഞ്ഞു പോവാണ്. അവിടുന്ന് കാരുണ്യം തന്നെയാണ്. അവിടുന്ന് നമ്മുടെ കുറവുകൾ പരിഗണിക്കാതെ നമ്മെ സ്നേഹിച്ച് സഹായിക്കും. ശ്രദ്ധിക്കുക, അതാണ് തമ്പുരാന്റെ സ്നേഹം കഴിഞ്ഞാൽ പിന്നെ അടുത്ത തമ്പുരാന്റെ പ്രവൃത്തി എന്താ? കരുണയാ. നമ്മുടെ കുറവുകളെ പരിഗണിക്കാതെ, നമ്മൾ അവിശ്വസ്തത പരിഗണിക്കാതെ, നമ്മുടെ വീഴ്ചകൾ പരിഗണിക്കാതെ തമ്പുരാൻ നിത്യം നമ്മളോട്. അതുകൊണ്ടാണ് പ്രിയമുള്ള കാലഘട്ടത്തിന്റെ വെല്ലുവിളി നടുവിൽ ജനം ഇടറിപ്പോയപ്പോ പതറിപ്പോയപ്പോ തമ്പുരാൻ വന്ന മനോഭാവം ഏതായിരുന്നു? കരുണയുടെ മനോഭാവം അല്ലേ? അല്ലേ? കുമ്പസാരക്കോട് വിളമ്പുന്നത് എന്താ? തമ്പുരാന്റെ കരുണയല്ലേ? വിശുദ്ധ കുർബാന വിളമ്പുന്നത് എന്താ? തമ്പുരാന്റെ കരുണയല്ലേ? 3 കാര്യം: തമ്പുരാന്റെ അതിരറ്റ കരുണയുടെയും തമ്പുരാന്റെ അതിരറ്റ കരുതലിന്റെയും തമ്പുരാന്റെ അതിരറ്റ കാത്തിരിപ്പിന്റെ ദൃശ്യ അടയാള ആവിഷ്കാര നിമിഷമാണ് വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ ആരാധന. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, വിശുദ്ധ കുമ്പസാരത്തിലും വിശുദ്ധ കുർബാനയിലും ദിവ്യകാരുണ്യ ആരാധനയിലും നിന്റെ മുമ്പിൽ തമ്പുരാൻ പ്രകടമാക്കുന്ന 3 കാര്യങ്ങള്: അവിടുത്തെ അതിരറ്റ കരുണ, അവിടുത്തെ അതിരറ്റ കരുതല്, അവിടുത്തെ അതിരറ്റ കാത്തിരിപ്പ്. ശ്രദ്ധിക്കുക, ഇത് ലോകത്ത് ആരിടത്തുമില്ല പ്രിയമുള്ളവരെ. ഇത്രമാത്രം നിന്നോട് കരുണ കാണിക്കാൻ നിനക്ക് വേണ്ടി കുമ്പസാരക്കൂടോളം ഇറങ്ങി വന്ന് ഒരു കുടുംബാവിയെ പരമപരിശുദ്ധനാക്കുന്ന വർക്ക്ഷോപ്പാണ്, പണിപ്പുരയാണ്, പണിശാലയാണ് ഇത്. എത്രയോ പാതകിയായി ചെല്ലുന്ന വ്യക്തിയാണ് അവിടുന്ന് തിരിച്ച് പരിശുദ്ധനായിട്ട് തിരിച്ചു പോകുന്നു. പ്രിയമുള്ളവരെ, ഹലോ, എല്ലാരും ഇവിടെ ഉണ്ടോ? അപ്പോൾ തമ്പുരാന്റെ കരുണയും തമ്പുരാന്റെ കരുതലും തമ്പുരാന്റെ കാത്തിരിപ്പും ഇത്രമാത്രം ദൃശ്യമാകത്തക്ക വിധം പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിൽ ഇത്രമാത്രം സംലഭ്യമാകുമ്പോൾ ഈ ദൈവത്തെ നീ ഒന്നും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച്, നാഥാ നീ എൻ്റെ രക്ഷകനെന്ന്, നാഥാ നീ എൻ്റെ നായകനെന്ന്, നീ എൻ്റെ ആശ്രയമെന്ന്, നീ എൻ്റെ സർവസ്വമെന്ന് ഹൃദയ പരമാർത്ഥതയോടെ സ്നേഹിച്ചുകൊണ്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടും കൊതിച്ചുകൊണ്ടും ദാഹത്തോടുകൂടെ ഒന്ന് പറയാൻ മനസ്സ് വെച്ച പ്രിയമുള്ളവരെ, 3-ാമത്തെ കാര്യമാണ് അവിടുന്ന് കാരുണ്യം തന്നെയാണ്. 4-ാമത്തെ കാര്യം മറ്റൊന്ന്, അവിടുന്ന് സമ്പൂർണ്ണ നന്മയാണ്. അവിടുന്ന് എല്ലാം എൻ്റെ നന്മയ്ക്കായി. ശ്രദ്ധിക്കുക, ശക്തനായ ദൈവം, സ്നേഹവാനായ ദൈവം, കാരുണ്യവാനായ ദൈവം സർവ നന്മയാണ് എന്ന് പറഞ്ഞാൽ എല്ലാം എൻ്റെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവം. എന്നെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലല്ല, നിന്നെ വിധിക്കാതിരിക്കുന്ന വിധിയാളനായ ക്രൂരനായ ഒരു ന്യായാധിപന്റെ മുമ്പിലല്ല, വിധിയാളന്റെ മുമ്പിലല്ല നിങ്ങൾ പോയി മുട്ടുകുത്തുന്നത്. മറിച്ച് നിന്റെ കുറവുകൾ എത്ര വലുതാണെന്നിരിക്കെ അതിനേക്കാൾ അതിന്മേൽ കരുണ വർഷിക്കുവാൻ, കരുതൽ കാണിക്കുവാൻ, കാത്തിരിപ്പ് കാണിക്കുന്ന ഒരു കരുണാമൂർത്തിയായ ഒരു ദൈവത്തിന്റെ പടിവാതിൽക്കൽ നിങ്ങൾ നിൽക്കുന്ന പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടുന്ന് സമ്പൂർണ്ണ നന്മയാണ്.
അവിടുന്ന് എല്ലാം നിന്റെ നന്മയ്ക്കായി പരിണമിക്കുന്നു. നാലാമത്തെ കാര്യം, അഞ്ചാമത്തെ കാര്യം പ്രിയമുള്ളവരെ, അവിടുന്ന് നീ ശരണം വയ്ക്കുന്ന തിരുഹൃദയനാഥൻ വിശ്വസ്തനാണ്. അവിടുന്ന് ഇടയ്ക്ക് വെച്ച് നിന്നെ ഉപേക്ഷിക്കുകയോ വഞ്ചിക്കുകയോ, നിന്റെ ദൈവം നിന്റെ മുമ്പിൽ വിശ്വസ്തനാണ്, സമീപസ്ഥനാണ്. പ്രിയമുള്ളവരെ, ഇടയ്ക്ക് വെച്ച് നിന്നെ തള്ളിപ്പറയാനോ വഞ്ചിക്കാനോ ഇടയ്ക്ക് വെച്ച് നിന്നെ മറന്നു കളയുന്നൊരു ദൈവമല്ല. അവൻ പരിപൂർണ്ണ വിശ്വസ്തനാണ്, അവൻ പരിപൂർണ്ണ സമീപസ്ഥനാണ്. എന്ന് പറഞ്ഞാൽ വിശ്വസ്തനും സമീപസ്ഥനുമായ ദൈവത്തെ നീ ഒന്ന് തിരിച്ചറിയണം, നീ ഒന്ന് വിളിക്കണം, നീ ഒന്ന് അവന് വില കൊടുക്കണം, നീ അവന് വില കൊടുക്കണം, അവന് മഹത്വം കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അടുത്തോടെ അച്ഛൻ പറയുന്ന പ്രിയമുള്ളവരെ, അവിടുന്ന് സത്യം തന്നെയാണ്. ദൈവം സത്യമാണ്. എന്നിലുള്ള സത്യസന്ധതയെ മാനിക്കാതിരിക്കാൻ അവിടത്തേക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ, എന്നിലുള്ള സത്യസന്ധതയെ മാനിച്ചേ ദൈവത്തിന് പറ്റൂ. അവിടെ നിന്റെ നിഷ്കളങ്കമായ, നിഷ്കപടമായ, നിസ്വാർത്ഥമായ എല്ലാ ചെയ്തികളിലും എല്ലാ പ്രവർത്തികളിലും ആര് കടന്നു വരുന്നുണ്ട് പ്രിയമുള്ളവരെ? സത്യവാനായ ദൈവം കാണുന്നുണ്ട്. നിന്റെ കണ്ണീര് കാണുന്നൊരു ദൈവം, നിന്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം, സമയത്തിന്റെ പൂർണ്ണതയിൽ എല്ലാ നന്മയ്ക്കാ നിനക്ക് പരിണമിപ്പിച്ചു നൽകുന്ന ഒരു ദൈവം ഇതാ പ്രിയമുള്ളവരെ. അതുകൊണ്ട് കാര്യം ഓർക്കുക, നീ ശരണപ്പെടുന്ന ആ തിരുഹൃദയനാഥൻ അവൻ പ്രിയമുള്ളവരെ സത്യം തന്നെയാണ്. വീണ്ടും അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട, നമ്മുടെ സൃഷ്ടാവാണ്. അവിടുന്ന് എന്നെ അറിയില്ല എന്ന് പറയാൻ അവിടത്തേക്ക്, എന്നെ അറിയില്ല എന്ന് പറയാൻ അവിടത്തേക്ക് ആവില്ല. കാരണം എന്താണ്? അവൻ നമ്മുടെ സൃഷ്ടാവാണ്. നമ്മെ അറിയില്ല എന്ന് പറയാൻ അവിടത്തേക്ക് ഒരിക്കലും ആവില്ല പ്രിയമുള്ള നമ്മുടെ ദൈവത്തിന്. അവൻ നമ്മുടെ സൃഷ്ടാവാണ്. വീണ്ടും അടുത്തോന്നുകൊണ്ട് പെട്ടെന്ന് സമയം പോയെന്ന് പറയാണ് പ്രിയമുള്ളവരെ, അവിടുന്ന് നമ്മുടെ രക്ഷകനാണ്. നമ്മെ സഹായിക്കില്ലെന്ന് പറയാൻ അവിടത്തേക്ക് ആവില്ല. നമ്മെ സഹായിക്കില്ലെന്ന്, അവിടുന്ന് രക്ഷകനല്ലേ. മനുഷ്യ അവതാരം പെടുന്ന എന്താ? മനുഷ്യകുലത്തെ രക്ഷിക്കുവാനും വീണ്ടെടുക്കുവാനും അല്ലേ. രക്ഷകനായി അവതരിപ്പിച്ചവന്റെ പ്രവൃത്തി എന്താ? രക്ഷകൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലേക്ക് തോമസ് ചേട്ടൻ കടന്നു വന്നു, ചെയ്തത് ഒരു ഇലക്ട്രിക്കൽ പണിയാണ്. നിങ്ങൾ ആ മനുഷ്യൻ പോകാൻ നേരത്തെ ചേച്ചി വന്ന് ചേട്ടനെ വിളിച്ചു, എന്താ പറയാൻ പോകുന്നേ? തോമസ് ചേട്ടൻ പോയെന്നാണ് സാധാരണ പറയാറുള്ളത്. ചേട്ടന് പറയും, ചേട്ടാ ഇലക്ട്രീഷ്യൻ പോവുക, പണി കഴിഞ്ഞു, പൈസ കൊടുക്കുക. ആ വീട്ടിലേക്ക് വന്ന ചേട്ടൻ ആരായിരുന്നു? തോമസ് ചേട്ടൻ. ചേട്ടൻ ചെയ്ത പണി എന്തായിരുന്നു? അപ്പോൾ ഇലക്ട്രിക്കൽ പണി ചെയ്ത് കഴിഞ്ഞപ്പോൾ ചേച്ചി ചേട്ടനെ വിളിച്ച് എങ്ങനെയാ? ചേട്ടനെ ഞാൻ വീടിൻ്റെ ഉടമസ്ഥനോട് ചേച്ചി എന്താ പറഞ്ഞേ? ഇതേ ഇലക്ട്രീഷ്യൻ പണി കഴിഞ്ഞു, പൈസ കൊടുക്കുക. മനസ്സിലായോ? ആ മനുഷ്യൻ്റെ തൊഴിലനുസരിച്ച് ആ മനുഷ്യൻ എന്ത് ചെയ്തു? പേര് മാറി തൊഴിലിൻ്റെ പേരായോ? മനസ്സിലായില്ലേ? ഹലോ, അങ്ങനെ നിങ്ങൾ പറയാറില്ലേ? ഹോ, എൻ്റെ ഈശോയെ. ഇനി പെട്ടെന്ന് പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞ അച്ഛൻ അവസാനിപ്പിക്കുക. നമുക്ക് ആരാധനയ്ക്ക് നമ്മൾ കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കേണ്ട, ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഇത്രയും നിങ്ങൾ ഓർക്കുക, നീ ആശ്രയം വയ്ക്കുന്ന, ശരണം വയ്ക്കുന്ന ദൈവം സർവശക്തനാണ്, സ്നേഹമാണ്, കരുണയാണ്, സത്യസന്ധനാണ്, നന്മയാണ്, വിശ്വസ്തനാണ്, രക്ഷകനാണ്. മറന്നുപോവോ? ഇനി നിങ്ങളത് ഏറ്റു പറയാൻ നിങ്ങളൊന്ന് സമർപ്പിക്കണം. ഇനി നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന 4 കാര്യങ്ങൾ, 5 കാര്യങ്ങൾ ഒരൊറ്റ പാത്രത്തിൽ നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ കൊതിക്കുന്ന 5 വിശിഷ്ട വിഭവങ്ങൾ ഒരൊറ്റ പാത്രത്തിൽ കിട്ടുന്നു. കണ്ടില്ലേ? അല്ല, ഈ കുഴിയുള്ള പാത്രം. നമ്മളെ ആഹാരം കഴിക്കുന്ന ഇപ്പോഴത്തെ സ്റ്റീൽ പാത്രമില്ലേ, എല്ലാം ഒറ്റ പാത്രത്തിലില്ലേ? എത്ര കുഴികളുണ്ട്? ഇപ്പൊ നിങ്ങൾ ഹോട്ടൽ ആര്യാസിലൊക്കെ പോയ ശരവണയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു വലിയ സ്റ്റീൽ പാത്രത്തിൽ ഒത്തിരി കുഞ്ഞു കുഞ്ഞു കുട്ടി പാത്രങ്ങളുണ്ട് അല്ലേ? അല്ലേ? എന്നാൽ ചില പാത്രങ്ങൾ ഓൾറെഡി അതിനകത്ത് കുഴികളുണ്ട് ഒത്തിരി അല്ലേ? അല്ലേ? ചാറിനും തോരനും വറക്കലിനും പൊരിക്കലിനും എല്ലാം കുഴിയില്ലേ? അല്ല, നിങ്ങളൊന്നും ഈ കുഴിയുള്ള പാത്രത്തെ കഴിച്ചിരുന്നില്ലേ? ഓ ഞാൻ ഓർത്ത് നിങ്ങൾ പണ്ടത്തെ ഈ കുപ്പി പാത്രത്തിൽ കഴിച്ചിട്ടുണ്ടായിരിക്കുന്നു. ഓക്കെ, ഇതുപോലെ നമുക്കിന്ന് വേണ്ട 5 കാര്യങ്ങളുടെയും കുഴിയുള്ളൊരു കലവറയാണ് ഇതെന്നറിയാവോ? തിരുഹൃദയം. ഞാനും നിങ്ങളൊക്കെ ദാഹിക്കുന്ന, കേഴുന്ന, കെഞ്ചുന്ന, കൊതിക്കുന്ന 5 കാര്യങ്ങൾ അവിടെ ഏറ്റവും പ്രകടമാണ്, അവിടെ ഏറ്റവും ദൃശ്യമാണ്. പറയാവോ? പണ്ടെവിടെയൊക്കെ അച്ഛനോട് പറഞ്ഞു പോയിട്ടുണ്ട്, തിരുഹൃദയത്തിൽ നിന്ന് പ്രകടമാകുന്ന 5 കാര്യങ്ങൾ. ഹലോ, പെട്ടെന്ന് പറഞ്ഞേ. ഞാൻ തന്നെയല്ലേ ഇത്രയും നേരം പറഞ്ഞ്, നിങ്ങളൊരു വാക്ക് പോലും ഉരുവിട്ടില്ലല്ലോ. കഷ്ടമുണ്ട് കേട്ടോ. ഓ, ശിഷ്യൻ തോറ്റു.
തിരുഹൃദയത്തിൽ നിന്ന് പ്രകടമാവുന്ന തിരുഹൃദയ രൂപത്തിൽ നമുക്ക് അനസ്യൂതം ഒരു എക്സ്പ്ലനേഷനും ഒരു വിവർത്തനം കൂടാതെ നമുക്ക് തിരുഹൃദയത്തിൽ രൂപത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന 5 പ്രകടമായ അവസ്ഥ. ഞാൻ വലിയ തിയോളജിക്കലോ ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനം അല്ല തരുന്നത് കേട്ടോ, ഒരു പാവപ്പെട്ട കൊച്ച് ആത്മീയ വ്യാഖ്യാനം തരുന്നത് കേട്ടോ. നമ്മൾ ഈ തിരുഹൃദയ രൂപത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ തെളിയുന്ന 5 പ്രത്യേകതകൾ. ഓഹോ, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്നേഹത്തോടെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഒരാളുടെ സാന്നിധ്യം. ഇല്ലേ? കണ്ണു തുറന്ന് ഹൃദയ പരമാർത്ഥത്തോടെ മനസ്സിലാക്കി നമ്മളെ ഒന്ന് ഒരാൾ നോക്കിയാൽ ഇഷ്ടമായോ അതോ കഷ്ടമായോ? ആരും കഷ്ടപ്പെട്ടു പോവുകയല്ല ഒരാൾ നോക്കിയെന്ന് ഓർത്ത്. അതുകൊണ്ട് ഒരു ലാഭേശയോ പ്രതിഫലേശയോ എന്തെങ്കിലും സ്വാർത്ഥ ലക്ഷ്യമില്ലാതെ ആത്മാർത്ഥതയോടെ പരമാർത്ഥതയോടെ ഒരാൾ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് നോക്കുക, കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സന്തോഷമല്ലേ? നിങ്ങൾ ഓർത്ത് നോക്കി, നിങ്ങൾ പുലർച്ചെ 3 മണിക്ക് 2 മണിക്ക് പാട്ട് പാടാൻ ബാത്റൂമിലേക്ക് പോകുമ്പോഴും നിങ്ങൾ ആ രൂപത്തിലേക്ക് പോയി നോക്കിക്കേ. അവിടുന്ന് കണ്ണടച്ച് കൂർക്കം വലിച്ച് ഉറക്കമാണ് തിരുഹൃദയ രൂപം. ആ അരുളി 0 വോട്ട് വെളിച്ചത്തിൽ എന്നാ കാണുന്നേ? നിത്യവും സ്നേഹത്തിന്റെ തൃക്കണ്ണുകളാ നിന്നെ ഉറ്റു നോക്കുന്ന ഒരു ഈശോയുടെ. നീ എത്ര ചെരിഞ്ഞും മറിഞ്ഞും കിടന്നും നിങ്ങൾ ഈശോയിലേക്ക് നോക്കിക്കോ. ആ ഈശോ എന്നാ ചെയ്യുന്നേ? നിങ്ങളെയല്ലേ നോക്കുന്നേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ തിരുവനന്തപുരത്തിന്റെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഏത് മൂലയിൽ നിന്നും ഏത് കോണിൽ നിന്നും ഏത് ദിക്കിൽ നിന്നും നിങ്ങൾ എത്ര ചെരിഞ്ഞു മറിഞ്ഞ് നോക്കിക്കോ, ആ രൂപം നിങ്ങളെ അല്ല, തിരുഹൃദയത്തെ കുറിച്ചാ പറഞ്ഞേ. നോക്കുന്നില്ലേ? ഹലോ, ഇത് കാണാത്ത കേൾക്കാത്ത ജനമാണല്ലോ. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത, ഇനി ഞാൻ ചോദിക്കട്ടെ, നീ പാപത്തിൽ വന്ന് രൂപത്തിലേക്ക് നോക്കുമ്പോഴും പരമ പുണ്യത്തിൽ വന്ന് രൂപത്തിലേക്ക് നോക്കുമ്പോൾ പ്രത്യേകത എന്താ? പാപം ചെയ്തു വന്നപ്പോൾ ഈശോയുടെ മുഖം മ്ലാനമതമായോ? പുണ്യം ചെയ്തു വന്നപ്പോൾ ഈശോയുടെ മുഖം പ്രസന്നമതമായോ? ശ്രദ്ധിച്ചു നോക്കി വളരെ. നീ എത്ര കുറവോടും വീഴ്ചയോടും കൂടി വന്ന് നോക്കുമ്പോഴും, നീ എത്ര നിറവോടും വിശുദ്ധിയോടും കൂടി വന്ന് നോക്കുമ്പോഴും അവിടുത്തെ നോട്ടം എന്താ? ഒരു സ്വാതന്ത്ര്യത്തിന് നോട്ടമല്ലേ? നിങ്ങൾ എത്ര വിങ്ങപ്പെടുന്ന മുഖത്തോടെ നോക്കിയാലും ഈശോയുടെ മുഖം വികൃതമായിട്ടുണ്ടോ, വിങ്ങലായിട്ടുണ്ടോ? നിങ്ങളുടെ നോട്ടം കൊണ്ട് രൂപം മാറിപ്പോയാലേ ഉള്ളൂ. രൂപം സത്യത്തിലും രൂപം നല്ല പ്രസന്ന തിരുഹൃദയത്തെ നോക്കിക്കേ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും വീട്ടിൽ തിരുഹൃദയ രൂപം കാണാൻ ഏറ്റവും കൂടുതൽ ആകാംക്ഷിക്കണം. ഇപ്പൊ നമ്മൾ കരുണയുടെ രൂപമൊക്കെ ശ്രദ്ധിക്കുക. ഒന്ന്, നിത്യവും പെട്ടെന്ന് വെച്ചാൽ പറഞ്ഞു പോയിട്ട് സമയം പോയി. നിത്യവും സ്നേഹത്തിന്റെ തൃക്കണ്ണുകളാ നിന്നെ യഥാവിധി യഥാസമയം ഉറ്റുനോക്കുന്ന ഒരു ഈശോയുടെ സാന്നിധ്യം. ഒന്നാമത്തെ പ്രത്യേകത. ജീവിത പങ്കാളിയോ മക്കളോ മാതാപിതാക്കളോ ഉറ്റവരോ ഉടയവരോ കൂടപ്പിറപ്പോ കൂടെയുള്ളവരോ മറന്നാലും കണ്ണടച്ചാലും ഒഴിഞ്ഞു മാറിയാലും വഴിമാറിയാലും മാറ്റമില്ലാത്തൊരുത്തന്റെ നോട്ടത്തിന് മുമ്പിൽ നിങ്ങൾ നേട്ടമായി കാണുക. ഈ നോട്ടം നിങ്ങൾ മറക്കാതിരിക്കുക. ഈ നോട്ടം നിങ്ങളുടെ ജീവിതത്തിന് വിലപ്പെട്ട നേട്ടമായി കാണുക. ഹലോ, ഇപ്പൊ ഒന്നാമത്തെ പ്രത്യേകത, നിത്യവും സ്നേഹത്തിന്റെ തൃക്കണ്ണുകളാ നമ്മെ ഉറ്റുനോക്കുന്ന ഒരു ഈശോയുടെ തിരുസാന്നിധ്യം. 2, എത്രയോ പേരെന്നൊരു വിശുദ്ധനായ ശ്രേഷ്ഠനായ വ്യക്തിയുടെ ആശീർവാദം കിട്ടാൻ വേണ്ടി മണിക്കൂറുകളോളം കാത്തിരിക്കാറുണ്ട്. പണ്ട് പറയാറുണ്ട്, ബഹുമാനപ്പെട്ട അനുഗ്രഹീതനായ വട്ടായിച്ചൻ്റെയോ അനുഗ്രഹീതനായ ഡൊമിനിക്കച്ചൻ്റെയൊക്കെ അവിടെ പോയിട്ട്, ഇപ്പം ബഹുമാനപ്പെട്ട അണക്കരയിൽ ഒരു ആദ്യ ശനിയാഴ്ച കൺവെൻഷന് നിങ്ങൾ അച്ഛൻ്റെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് സമയത്തെ ബ്ലെസ്സിങ് കിട്ടാൻ എന്തൊരു സമയം നിൽക്കണം? മിനിമം 2-3 മണിക്കൂറെങ്കിലും. ഒരു 10,000-20,000-30,000 പേര് പങ്കെടുക്കുമ്പോൾ അവരെ മുഴുവനും ബ്ലെസ്സിങ് കൊടുക്കണമെങ്കിൽ എത്ര സമയം നിൽക്കേണ്ടി വരും ക്യൂവിൽ? എനിക്കറിയാം ചില ടീമുകളൊക്കെ പ്രിയമുള്ളവരെ എല്ലാ ശനിയാഴ്ചകളും എറണാകുളത്തുനിന്നും കിഴക്കമ്പലത്തുനിന്നും ഒക്കെ തലേ രാത്രി പോകുന്നവർ ഒരു ദിവസം ശുശ്രൂഷയ്ക്ക് അവിടെ പങ്കെടുക്കാൻ, എന്നിട്ട് ബ്ലെസ്സിങ് മേടിക്കാൻ. പക്ഷേ ദൈവം കൊടുത്തൊരു കൃപയാണ് പ്രിയമുള്ളവരെ. അവർ വലിയ ഡെലിവറൻസിന്റെ വിമോചനത്തിന്റെ ഒരു ശക്തി. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പൊന്ന് വിലപ്പെട്ട തങ്കപ്പെട്ട ദൈവജനമേ, അത് ധ്യാനത്തിൽ വരുമ്പോഴും പോകും നിങ്ങൾ പേടിച്ചോ? നിങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കിക്കേ. ഈ വലതുകരം കൊണ്ട് ഈശോ എന്നാ നിങ്ങളെ ആട്ടി ഓടിക്കുകയാണോ? വടിയെടുത്ത് നിങ്ങളെ തല്ലാതിരിക്കുകയാണോ? നോക്കിക്കേ, ഈശോയുടെ വലതുകരം എങ്ങനെ ഇരിക്കുന്നത്? നോർമലായിട്ട് ഇങ്ങനെയല്ല ആശീർവദിക്കുന്നവർ കൈ ഇങ്ങനെയല്ലേ പോകുന്നേ അല്ലേ? ഓ, ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, തന്റെ സ്നേഹത്തിന്റെ വലതുകരം കൊണ്ട് എപ്പോഴെല്ലാം നമ്മൾ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് നോട്ടം കൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ ശിരസ് നമിക്കുമ്പോഴെല്ലാം അപ്പോഴല്ല ഇതാ സർവശക്തൻ നിന്നെ സർവം നൽകി ആശീർവദിക്കുന്നു. അതാ നീ തിരുഹൃദയ സമക്ഷം ഒന്ന് ശിരസ് നമിച്ചിട്ട് ഒക്കെ. അപ്പൊ എന്താ കിട്ടും നമുക്ക്? സാക്ഷാൽ തമ്പുരാന്റെ അനുഗ്രഹീത ആശീർവാദം. ഇത് നമുക്ക് പലപ്പോഴും കാണാൻ നേരമില്ല, വാങ്ങാൻ നേരമില്ല, സമയം പോയി, ഓട്ടവാ ചാട്ടവാ. മനസ്സിലായോ?
നിത്യവും തന്നെ സ്നേഹത്തിന് വലതുകരം കൊണ്ട് നമ്മെ ആശീർവദിക്കുന്ന ഒരു ഈശോയുടെ സാന്നിധ്യം. രണ്ടാമത്തെ പ്രത്യേകതയായോ? പെട്ടെന്ന് പോട്ടെ, അടുത്തത് പറയാവോ? നമ്മൾ പറയാറില്ല അച്ഛാ, എന്നാ പറഞ്ഞാലും ശരി, ഒരു വിശ്വസ്തയോടെയുള്ള സ്നേഹമല്ല അച്ഛാ. ഹൃദയം എൻ്റെ മുമ്പിൽ കൊട്ടി അടഞ്ഞിരിക്കുക അച്ഛാ. കാര്യം എന്തെങ്കിലുമൊക്കെ നേട്ടത്തിന് വേണ്ടിയിട്ട്, ലാഭത്തിന് വേണ്ടി, എന്തെങ്കിലുമൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛാ ഈ മനുഷ്യൻ്റെ അടുപ്പമൊക്കെ. സത്യം പറഞ്ഞാൽ അടുപ്പമുണ്ടോ? ഹൃദയം മറ്റെന്തിലൊക്കെയോ പ്രതിഷ്ഠിച്ച അച്ഛാ. ആ മനുഷ്യൻ എപ്പോഴും ആ ചിന്തയോട്, ആ വിചാരമേള, ഓർമ്മയോട്, ആ സംഭവം, ആ വ്യക്തി, ആ പ്രശ്നം, ആ കാര്യം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർത്തു നോക്കുക, ഈശോയുടെ കാലയിലോ കയ്യിലോ അല്ല നമ്മളെ പ്രതിഷ്ഠിക്കുന്നത്, നമ്മളെ സമർപ്പിക്കുന്നത്. എവിടെയാ? നോക്കുക. എപ്പോഴെല്ലാം നമ്മൾ ഒട്ടി വരേണ്ട അവസ്ഥയോടെ കടന്നു വരുമ്പോൾ നിത്യവും തന്നെ സ്നേഹത്തിന്റെ തിരുഹൃദയം നമുക്കായി തുറന്നിട്ട് കൊണ്ട് പറയുകയാണ്, മകനെ മകളെ, നിനക്കിടമില്ലാതെ പോകുന്നിടത്ത് ഇടമില്ലാതെ നീ അലയുമ്പോൾ നിനക്കൊരിടമുണ്ട്. അതെന്റെ ഹൃദയത്തിൽ നിനക്കൊരിടമുണ്ട്. നിത്യവും തന്റെ സ്നേഹത്തിന്റെ തിരുഹൃദയത്തിൽ ഇടമൊരുക്കി കാത്തിരിക്കുന്ന ഒരു ഇടയനാണ് നിന്റെ ദൈവം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നീ മറ്റാരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാനേ നീ എത്തപ്പെടുക്കണ്ട, മത്സരം പിടിക്കേണ്ട കാര്യമുണ്ടോ ചേച്ചി? വേണ്ട. എവിടെ ഒരു ഇടമുണ്ട്? എവിടെ ഒരു ഇടമുണ്ട്? തിരുഹൃദയത്തിൽ ഒരു ഇടമുണ്ട്. പ്രിയമുള്ളവരെ, ഇടമൊരുക്കി ഇടയൻ നമ്മളെ കാത്തിരിക്കുന്നൊരിടം. ഹലോ, മൂന്നാമത്തെ ആയില്ലേ? ഇനി നാലാമത്തെ, നിങ്ങൾ തിരുഹൃദയത്തിലേക്ക് ഉറ്റു നോക്കുമ്പോൾ കാണുന്ന നാലാമത്തെ പ്രത്യേകത, നമുക്ക് 3-4 തുള്ളി രക്തത്തുള്ളികൾ നീറ്റിട്ട് വീഴുന്നുണ്ടോ? ഞാൻ നിങ്ങൾ തുറന്നൊരു കാര്യം പറയട്ടെ, ഒരു അത്ഭുതം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ, വേദനകൾ, അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കാണാൻ പോകുന്ന ഒരുക്കം, നിങ്ങൾ ഈശോയുടെ രൂപത്തിന് മുമ്പിലേക്ക് വരിക. ആ 0 വോൾട്ടും ലൈറ്റ് മാത്രം. ഞാൻ ഇപ്പോഴത്തെ LED ബൾബല്ല. നിങ്ങളറിയാം, പണ്ടത്തെ ഒരു 0 വോൾട്ട് ഇങ്ങനെ ഒരു അഗ്നിനാവായിട്ട് ഇങ്ങനെ കത്തുകയും കിടുകയും ചെയ്യുന്നത്, അതാണ് യഥാർത്ഥ കെടാവിളക്ക് എന്ന് പറയുന്ന സംഭവം. പക്ഷേ അത് എപ്പം കിട്ടും? ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ഫീസായി പോയെങ്കിൽ നിങ്ങൾ 100 രൂപയ്ക്കുള്ള അതിന് വിലയുള്ളൂ. മറ്റൊക്കെ ഇത്ര വിലയുണ്ട്. അപ്പോൾ അതിങ്ങനെ ചുമ്മാ LED ഒത്തിരി വെട്ടം, അതിന് ഒരു മിന്നു വെട്ടേ ഉള്ളൂ. അതാ ഇങ്ങനെ കത്തി ഇങ്ങനെ തീനാവ് പോലെ മനസ്സിലായില്ലേ? ഇങ്ങനെ ഇങ്ങനെ കത്തിക്കറി ഇങ്ങനെ ഒരു തീനാവ് പോലെ, കൊള്ളിയ മിന്നു പോലെ. ശരി അപ്പച്ച, അന്ന് ആ മിന്നു പോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്വർണത്തിൻ്റെ പിൻമുന്നിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ രൂപത്തിലേക്ക് നോക്കിയിട്ട് ഈശോയെ, ആ തിരുഹൃദയത്തിൽ നിന്നൊഴുന്ന തിരുരക്തത്തുള്ളികൾ എൻ്റെ ശരീരത്തിൻ്റെ രോഗാവസ്ഥയിലേക്ക് ഒന്ന് ഒഴുകണം. നിങ്ങളറിയാലോ, വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം ഇങ്ങനെ പൈപ്പിക്കൂടെ താഴേക്ക് ഒന്ന് വീഴുന്ന പോലെ നിങ്ങളുടെ ശിരസിലേക്ക് ആ തിരുരക്തം ഒഴുകുന്നു. ആ ഒഴുകി ഇറങ്ങിയിട്ട് ആ രക്തം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഇടങ്ങളിലേക്ക്, അവയവങ്ങളിലേക്ക്, പ്രത്യേകിച്ച് രോഗാതുരമായിരിക്കുന്ന വേദനിക്കുന്ന ഇടങ്ങളിലേക്ക് ആ രക്തത്തിൻ്റെ ഒരു അഭിഷേകം നിങ്ങൾ പ്രാപിച്ചിട്ട് 3-4 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിന് പോയി നോക്കിക്കേ. കൈ മാറിയോ, കാല് മാറിയോ, ആള് മാറിയോ, ഒന്നും അബദ്ധങ്ങളൊന്നും അവിടെ സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നോക്കുക പ്രിയം, നമ്മുടെ കുറവുകൾ, നമ്മുടെ മ്ലാനതകൾ, മൂടലുകൾ, അസ്വസ്ഥതകൾ, തടസ്സങ്ങൾ, അനർത്ഥങ്ങൾ, അപജയങ്ങളെല്ലാം ഈശോ തൻ്റെ കാൽവരിയിൽ നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട തിരുരക്തത്തിൻ്റെ വീണ്ടെടുപ്പാണ്. അതാണ് തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ വിടുവിക്കണമെന്ന് പറയുന്ന പ്രിയമുള്ളവരെ, നിത്യവും തൻ്റെ സ്നേഹത്തിൻ്റെ തിരുഹൃദയത്തിലെ തിരുമുഴുന്ന തിരുരക്തത്താൽ നമ്മെ കഴുകുന്ന ഒരു ഈശോയുടെ തിരുസാന്നിധ്യമല്ലേ തിരുഹൃദയം? ആണോ? അവസാനത്തെ ഒറ്റ കാര്യം കൂടെ, ഈശോയുടെ തിരുഹൃദയത്തിൽ ഒരു ഇടത് കൈ കാണിക്കുന്നുണ്ട് അല്ലേ? എന്നാ കൈ അത്? വലത് കൈ കൊണ്ടല്ല ആശീർവദിക്കുന്നത്, അവിടെ ഒരു ഇടത് കൈ കാണിക്കുന്നില്ലേ? നിങ്ങൾ മനസ്സിലായില്ലേ സംഭവം? ഒരു ഇടത് കൈ കാണുന്നില്ലേ? ഇല്ലേ? എന്താണ് ഇടത് കൈയുടെ പ്രത്യേകത? എന്താ അവിടെ കാണിച്ചേക്കുന്നത്? ആ ഇടത് കൈയുടെ പുറത്ത് എന്താ കാണിച്ചേക്കുന്നത്? മുറിവുണ്ട്. എന്താ മുറിവിൻ്റെ അടയാളം? പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ കുറവുകൾ, വേദനകൾ, പോരായ്മകളൊക്കെ ആരോടെങ്കിലൊക്കെ പങ്കുവെക്കുമ്പോൾ, ഷെയർ ചെയ്യുമ്പോൾ നാം അവർക്ക് അടിമയായി പലപ്പോഴും നമ്മൾ വെച്ച മുറിവ് എന്തായി മാറും? വ്രണമായി മാറാം. എന്നാൽ നിങ്ങളുടെ മുറിവുകൾ എവിടേക്ക് വെക്കുക? നിനക്കായി കാൽവരിയിൽ ആ കുരിശിൽ ആണിപ്പാടുകളായി ഏറ്റെടുത്ത മുറിവിൽ, ആ മുറിവിലേക്ക് വെച്ച നിന്റെ മുറിവ് എന്തായി മാറും? അനുഗ്രഹത്തിൻ്റെ തമ്പുരാനെ തൊട്ട തിരുമുറിവായി മാറും. നിന്റെ മാനുഷിക മുറിവുകളെ, നിന്റെ ശാരീരിക അസ്വസ്ഥതകളെ തമ്പുരാന്റെ തിരുമുറിവിലേക്ക് നൊട്ടിച്ചേ, എങ്കിൽ ഈ മുറിവ് എന്തായി മാറും? ഞാൻ പറഞ്ഞല്ലോ, ആ പ്രധാനപ്പെട്ട കൊച്ചു ജൂനിയർ സിസ്റ്റർ ആ മദന്റെ മുമ്പിൽ സോറി ചോദിച്ചപ്പോൾ, ആ സിസ്റ്റർ ഗവനിക്കാതെ പുറംതിരിഞ്ഞു പോയപ്പോൾ ആ മകൾക്ക് ആ സമാപനം എന്തായി മാറി? ആ വേദന എന്തായി മാറി? തമ്പുരാനെ തൊട്ട് ഒരു കൂടിക്കാഴ്ചയുടെ കൂടിവരവിൻ്റെ സുന്ദര നിമിഷമായി മാറിയോ? എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുറവുകൾ, നിങ്ങളുടെ വേദനകൾ എവിടേക്ക് എത്തിക്കുക? അതാണ് നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ രോഗങ്ങൾ, വേദന നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയാതിരിക്കുക. ആദ്യം നിങ്ങൾ തമ്പുരാനിലേക്ക്, നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങളെപ്പോഴും ഇഞ്ചിഞ്ചായിട്ട് കുത്തി മുറിവേൽപ്പിക്കുന്ന അസ്വസ്ഥതകൾ, അനർത്ഥങ്ങൾ, അപജയങ്ങൾ ഈശോയുടെ തിരുമുറിവിലേക്ക് സമർപ്പിച്ച് നിത്യവും തന്റെ തിരുമുറിവിനാ നമ്മുടെ മുറിവിനെ സൗഖ്യമാക്കുന്ന തിരുഹൃദയനാഥന്റെ സാന്നിധ്യം. പ്രിയമുള്ളവരെ, എത്രയായി? 4-5 പ്രത്യേകതയായില്ലേ?
സ്നേഹത്തിന്റെ തൃക്കണ്ണുകളാ നമ്മെ ഉറ്റുനോക്കുന്നൊരു ഈശോ, സ്നേഹത്തിന്റെ വലതുകരത്ത് നമ്മെ ആശീർവദിക്കുന്നൊരു ഈശോ, സ്നേഹത്തിന്റെ തിരുഹൃദയത്തിൽ നമ്മെ സ്വന്തമാക്കുന്നൊരു ഈശോ, തിരുരക്തത്താ നമ്മെ കഴുകുന്നൊരു ഈശോ, തിരുമുറിവിനാ നമ്മുടെ മുറിവിനെ സൗഖ്യമാക്കുന്ന ഒരു തമ്പുരാൻ. ഇനി നിങ്ങൾ കുരിശിലേക്ക് നോക്കരുത് അച്ഛൻ പറയുന്നില്ല. ഇവിടെ ഒരു കുരിശുണ്ട്. എവിടെയാ കുരിശ് ഉറപ്പിച്ചേക്കുന്നത്? തിരുഹൃദയത്തിൽ കുരിശുണ്ടോ? എവിടെയാ കുരിശ് ഉറപ്പിച്ചേക്കുന്നത്? ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ ജ്വാലയുടെ നടുവിലാണല്ലേ. ഇനി നിങ്ങൾ ഇത്രയും ആശ്രയിച്ചിട്ടും സഹനങ്ങളും കുരിശുകളൊക്കെയാണ് പ്രിയമുള്ളവരെ. ആ കുരിശ് നിങ്ങൾ ഏതിലേക്ക് ഒട്ടിക്കുക? തിരുഹൃദയത്തിലെ തിരുക്കുരിശിലേക്ക് സമർപ്പിക്കുക. എല്ലാം പൂർത്തിയായി. എണീറ്റ് വെള്ളം കുടിക്കാനുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് പോകുക, അല്ലാത്തവർ ഒരു പടി കൂടി നിങ്ങൾ മുന്നോട്ട് കയറുന്ന. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കസേരകൾ ഒഴിച്ചിടുന്ന ഒട്ടും താല്പര്യമില്ല പ്രിയമുള്ളവരെ. നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് ഒന്നും ഒഴിവാക്കുക. ആ കസേരയിലെ പുസ്തകങ്ങൾ മാറ്റി വെച്ചേ. ആ കസേരൻ്റെ പുസ്തകങ്ങൾ ബൈബിൾ അങ്ങോട്ട് മാറ്റി വെച്ചേ. അച്ഛൻ ഒരു കാര്യം പെട്ടെന്ന് ശ്രദ്ധിച്ചേ. ഒരു കാര്യം അച്ഛൻ പെട്ടെന്ന് പറയട്ടെ. നിങ്ങൾ തിരുഹൃദയ സമക്ഷം നിങ്ങൾ തമ്പുരാനെ രക്ഷകനും നായകനും ആശ്രയവും സർവസ്വമായിട്ട് ഏറ്റു പറഞ്ഞതോടൊപ്പം തന്നെ അടുത്തൊരു പണി കൂടിയുണ്ട്. നിങ്ങൾ തിരുഹൃദയ സമക്ഷം മുട്ടുകുത്തുമ്പോൾ നിങ്ങൾ ബൈബിളും കൂടെ വായിക്കണം. അപ്പൊ ബൈബിളിലേക്ക് 4 സ്റ്റെപ്പ് എങ്ങനെയാ? ഈശോയെ എന്ന് പറഞ്ഞ് രണ്ട് കൈകൾ കൊണ്ട് ഈശോയെ എന്ന് പറഞ്ഞ് എടുക്കണം. ഈശോയെ എന്ന് പറഞ്ഞ് ഉമ്മ കൊടുക്കുക. 3ാമത്തെ സ്റ്റെപ്പ് ഉള്ളം കൈ താങ്ങിയിട്ട് വായിക്കേണ്ട ഭാഗം തുറന്ന് വായിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ വായിക്കേണ്ട 2 സങ്കീർത്തനമാണ്. 86 സങ്കീർത്തനം, 121 സങ്കീർത്തനം. ആ 121 സങ്കീർത്തനം 8 വാക്യങ്ങളേ ഉള്ളൂ. ഞാൻ പ്രബോധങ്ങളാ, അത് ഏറ്റവും വലിയൊരു സംരക്ഷണ സങ്കീർത്തനമാണ്. 8 വാക്യങ്ങളേ ഉള്ളൂ. 86 സങ്കീർത്തനം എന്ന് പറയുന്നത് 17 വാക്യങ്ങളുള്ള ഒരു നിസ്സഹായന്റെ യാതന പ്രാർത്ഥന, ഒപ്പം നിങ്ങളുടെ വയസ്സിന്റെ സങ്കീർത്തനം കൂടെ. 150 വരെ വായിക്കാമല്ലോ. 150 കഴിയുമ്പോൾ അച്ഛൻ കാർമലിൽ ഒന്ന് ചോദിച്ചാൽ, അച്ഛാ ഇനി ഏത് സങ്കീർത്തനം വായിക്കേണ്ടത്? ഇപ്പം 150 വയസ്സ് വരെ പോകാനുള്ള സങ്കീർത്തനം 150 അധ്യായങ്ങളുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഈ 3 സങ്കീർത്തനമൊക്കെ ഒന്ന് വായിച്ച സമയം കൊണ്ട് എന്നിട്ട് നിങ്ങൾ ഓടിക്കേ. എന്നിട്ട് നന്മ നിറഞ്ഞു പറയുമ്പോൾ ചൊല്ലിക്കൊണ്ട്, അല്ലെങ്കിൽ സിംഗിൾ വചനം പറഞ്ഞുകൊണ്ട് ദൈവം എന്ത് ചെയ്യുക? എന്നിട്ട് നിങ്ങൾ അടുക്കളയിലേക്കോ പറമ്പിലേക്കോ മുറ്റത്തേക്കോ നിങ്ങളുടെ ബാത്റൂമിലേക്കോ പോയി നോക്കിക്കേ. പണികളെല്ലാം എളുപ്പമാവും. അപ്പോൾ സ്ഥിതി 3ാമത്തെ കാര്യം ഉള്ളങ്കൈ താങ്ങി തുറന്ന് വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? വായിച്ച ഭാഗം ഈശോയെ എന്ന് പറഞ്ഞ് ചുണ്ട് അതരം മുട്ടാതെ ഈശോയെ എന്ന് പറഞ്ഞ് മുത്തുക. മനസ്സിലാകണേ? വായിച്ച പാടെ ചുണ്ട് അതരം പേപ്പറെ മുട്ടാൻ പോയാൽ പിന്നെ വായിക്കേണ്ടി വരികയില്ല. ചുണ്ടേല് ആ ചേട്ടൻ്റെ കല്ലേല് ഒട്ടിപ്പിടിച്ച് രൂപം പോലെ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുക. അത് ബൈബിളെ ഒട്ടിച്ചേക്കരുത് കേട്ടോ, വേണ്ട ആവശ്യമുണ്ട്. അടക്കിയ ഈശോയെ എന്ന് പറഞ്ഞ് മാറോട് ചേർത്ത് പിടിക്കുക. 4ാമത്തെ സ്റ്റെപ്പ് മനസ്സിലായല്ലോ? മറക്കരുത്. മുട്ടുമടക്കുക. നമുക്ക് ഈശോയെ ദിവ്യകാരുണ്യ സന്നിധി നമ്മുടെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. നിങ്ങൾ ഈ തിരുഹൃദയം കിട്ടാത്ത എത്ര പേരാ ഉള്ളേ? ഇത് കിട്ടാത്ത എത്ര പേരാ ഉള്ളേ? ഇങ്ങനത്തെ ഒരു രൂപം മുൻകാലങ്ങളിൽ അച്ഛൻ തന്നിട്ടുണ്ട്. കിട്ടാതെ പോയവര് അതിനകത്ത് ദൈവമിൻ്റെ രക്ഷ എന്നുള്ള ആ ഫ്രണ്ടിലുണ്ട്. ഇങ്ങനെ 2 മാതാവ്, പുറകിലുള്ള മാതാവുള്ളോ ഫ്രണ്ടിൽ ഈ മാതാവ് യേശുപിതാവ് ഉണ്ടോ? എനിക്കൊന്ന് ഈ പുതിയ മോഡൽ കിട്ടിയിട്ടെന്ന് വെച്ചാൽ അവിടെ അതിനകത്ത് ഈ ഫ്രണ്ടിൽ ഈ പിക്ചറുണ്ടോ? യേശുപിതാവ് മാതാവ് ഉണ്ടോ? പുറകുവശത്തുണ്ട്, മുൻവശത്തുണ്ടായിരുന്നോ? അവിടെ ഈ ദൈവമിൻ്റെ രക്ഷ എന്നുള്ള പ്രാർത്ഥന ചേർന്ന സംശയമുണ്ട്. ഇല്ലേലും ഉണ്ടെങ്കിലും അച്ഛൻ ഒരിക്കൽ കൂടി തരാൻ പോവാണ്. ഇച്ചിരി ചിലവുണ്ടെങ്കിൽ സാരമില്ല. ഓക്കെ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വില കൊടുക്കുക, ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കുക. നമ്മുടെ ദൈവം കരുണയുടെ ദൈവം, കരുതലിൻ്റെ ദൈവം, കാത്തിരിപ്പിൻ്റെ തിരുഹൃദയ ദൈവം, തിരുഹൃദയനാഥൻ ദിവ്യകാരുണ്യത്തിൽ നമ്മളോടൊപ്പമാകുന്ന നിമിഷമാണ് ദിവ്യകാരുണ്യ ആരാധന. നീ ഫോട്ടോയിൽ കാണുന്ന തിരുഹൃദയനാഥൻ ജീവിക്കുന്ന ദൈവമായി നിന്റെ മുമ്പിൽ സത്യമായി എഴുന്നള്ളി വരുന്ന നിമിഷമാണ് വിശുദ്ധ കുർബാനയുടെ ആരാധന എന്ന് പറയുമ്പോഴേ. കരുണ ചൊരിഞ്ഞ്, കരുതൽ ചൊരിഞ്ഞ്, കാത്തിരിപ്പോടെ കടന്നു വരുന്നവനെ നമുക്ക് സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, കൊതിയോടെ, ദാഹത്തോടെ, ഇതെൻ്റെ പ്രഥമ തിരുമണിക്കൂറാണ്, ഇതെൻ്റെ ഏക തിരുമണിക്കൂറാണ്, ഒരു പക്ഷേ ഇതിൻ്റെ ഒരു അവസാന തിരുമണിക്കൂറാകാം. ഈ ഒരു നിലപാടോടെ, മനോഭാവത്തോടെ, കാഴ്ചപ്പാടോടുകൂടി ആരാധ്യനാഥന് മുമ്പിൽ മുട്ടുകുത്താൻ പറ്റുന്നവരൊക്കെ മുട്ടുകുത്തി കണ്ണുകൾ അടച്ച് കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, ഒരു കാഴ്ചക്കാരനാകാതെ, ഒരു നോട്ടക്കാരനാകാതെ, ഒരു കേൾവിക്കാരനാകാതെ എൻ്റെ നാഥൻ എനിക്ക് വേണ്ടി 2024 വർഷങ്ങൾക്ക് മുമ്പ് മുതലേ എൻ്റെ ജീവിതത്തിലേക്ക് ഈ സന്ധ്യയിൽ, ഈ വിശുദ്ധ ഞായറാഴ്ച കടന്നു വരുന്നൊരു ദൈവം മുന്നിൽ കാണുന്നുണ്ട് പ്രിയമുള്ളവരെ. അന്നേ കണ്ട എൻ്റെ ജീവിതത്തിലേക്ക് ഇന്ന് ആ കൂടിവരവ്, കൂടിക്കാഴ്ച സാക്ഷ്യമാവുന്ന ദിവസമാണിതാ.
അനുഗ്രഹീത തിരുഹൃദയ മാസത്തിന്റെ പ്രഥമ ഞായറാഴ്ച, ശ്രീകാക്കാരത്തിന്റെ 3-ാമത്തെ ഞായറാഴ്ചയുടെ വിശുദ്ധ ദിനത്തിന്റെ അഭിഷേകത്തിൽ പുതിയ അക്കാഡമിക് ഇയറിന്റെ സമാരംഭം തൊട്ട് മുമ്പ് പ്രിയമുള്ളവരെ ഓർക്കുക, ആഴ്ചയാക്കുന്ന വിശുദ്ധ ഞായറാഴ്ചയിലെ ശുശ്രൂഷയാണ് പ്രിയമുള്ളവരെ. ഒരു വിശുദ്ധ ഞായറാഴ്ച നിനക്ക് വിശുദ്ധമായ ബാക്കി 6 പ്രവൃത്തി ദിനങ്ങൾ നിനക്ക് തമ്പുരാനെ തൊട്ട അനുഗ്രഹ ദിവസങ്ങളായി മാറും. ആകയാൽ വിശുദ്ധ ഞായറാഴ്ച നീ വിശുദ്ധമായ ഒരു പരിവേഷം കൊടുത്താൽ നിനക്ക് ബാക്കി 6 പ്രവൃത്തി ദിനങ്ങൾ നിനക്ക് അനുഗ്രഹത്തിന്റെ ദിവസമായി മാറും. ആ അനുഗ്രഹ വിശുദ്ധ ഞായറാഴ്ച ഇതാ എനിക്കായി എൻ്റെ ദൈവം ഈ തിരുവൽത്താരയോളം ഇറങ്ങി വരുന്നു. സ്വർഗം നമ്മുടെ മുമ്പിൽ കൊട്ടിത്തുറക്കപ്പെടുന്ന ആ സ്വർഗാദിനാഥൻ നമ്മുടെ മുമ്പിൽ ഇതാ ആഗതനാകുമ്പോൾ സ്വർഗത്തിൽ അതേ അനുഭവത്തോടെ മാലാഹമാരോടൊത്ത് വിശുദ്ധരോടൊത്ത് നമുക്കും അവിടുത്തെ സ്തുതിച്ച് ആരാധിച്ച് വരവേൽക്കാം. ആരാധന ഗീതം ആലപിച്ച് നാഥനെ വരവേൽക്കാം. നമുക്കെല്ലാവർക്കും ഈശോയുടെ അടുത്തേക്ക് ചേർന്നിരിക്കാം. പുറകിലായിരിക്കുന്നവരെല്ലാവരും മാക്സിമം മുൻപിലേക്ക് വരാവോ? ഈശോയോട് ചേർന്ന് നിൽക്കാം. പൂസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിനവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, ആരാധനാപാത്രമേ, പൂസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിനവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, ആരാധനാപാത്രമേ. എല്ലാ നാമത്തിലും മേലായി ഞങ്ങൾ നിൻ തിരുനാമം വാഴ്ത്തിയിടുന്നു. എല്ലാ നാമത്തിലും മേലായി ഞങ്ങൾ നിൻ തിരുനാമം വാഴ്ത്തിയിടുന്നു. എല്ലാ മുഴങ്കാലും മടങ്ങിയിടുന്നു നിൻ മുൻപിലാദരവോടെ. എല്ലാ മുഴങ്കാലും മടങ്ങിയിടുന്നു നിൻ മുൻപിലാദരവോടെ. പൂസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിനവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, ആരാധനാപാത്രമേ. ആഗ്രഹത്തോട് അരികിലെത്തി ആശ്രയിച്ചണയുന്ന മക്കളെ അനുഗ്രഹിച്ച് സമ്പന്നമാക്കുന്ന നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിനയത്തോടെ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ വിളിച്ചപേക്ഷിക്കുന്നവരിലേക്ക് അനുഗ്രഹ വാഗ്ദാന വിസ്മയങ്ങൾ വർഷിക്കുന്ന നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആഗ്രഹത്തോട് അനുദപിച്ച് മടങ്ങി വരുന്ന മക്കളെ അനുഗ്രഹിച്ച് മാറോടണയ്ക്കുന്ന നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം ഈശോയുടെ മുമ്പിൽ സാധിക്കുന്ന നിങ്ങളുടെ സ്ഥലപരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ശിരസ് നമിച്ച് 2 കൈകൾ നിലത്തൊന്ന് കമത്തി വെച്ച് കൈകളുടെ മുകളിൽ ശിരസ് നമിച്ചൊന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് സർവശക്തന്റെ മുമ്പിൽ താഴ്മയോടെ സർവം സമർപ്പിച്ച് നാദാ സമർപ്പിക്കുന്നുള്ള ഈരടികൾ 2 ലൈൻ മാത്രം ഒന്ന് പാടിക്കൊണ്ട്
സർവം സർവശക്തന്റെ മുമ്പിൽ താഴ്മയോടെ സമർപ്പിക്കുന്നു. ഉച്ച മുതൽ ഉള്ളം കാലുവരെ ശരീര മനസ്സ് ഹൃദയ വികാര വിചാരങ്ങൾ മുഴുവനെ മാതാപിതാക്കളിൽ രൂപപ്പെട്ട് ഭൂമിയിൽ ജനിച്ച് ഇന്നോളമുള്ള ആയുസ്സിൻ്റെ ദൈർഘ്യത്തിൻ്റെ ദിനത്തിൻ്റെ സന്ധ്യയോളം കാഴ്ചവെച്ച് സർവശക്തന്റെ മുമ്പിൽ സർവം താഴ്മയോടെ കാഴ്ചവെച്ചുകൊണ്ട് നാഥാ സമർപ്പിക്കുന്ന ഇരടികളൊന്നു പാടി നമ്മളെ തന്നെ ദൈവനാഥന്റെ മുമ്പിൽ സമർപ്പിക്കാം. നാഥാ സമർപ്പിക്കുന്നു, എല്ലാമായവൻ എല്ലാമായി കണ്ട് എന്നെ സമർപ്പിക്കുന്നു, നമ്മുടെ തിരുഹൃദയത്തിൽ കണ്ട പ്രത്യേകതകളെല്ലാം കണ്ട് പൂർണ്ണമായി അർപ്പിക്കുന്നു, മടുകൂടാതെ മടുപ്പ് തോന്നാതെ കാഴ്ചയായി അർപ്പിക്കുന്നു. പരിപൂർണ നിശബ്ദമായിട്ട് ഈശോയുടെ തിരുപാദാന്തത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് മർത്താ മറിയം സംഭവത്തിലെ മറിയത്തെ പോലെ ശിമിയോന്റെ ഭവനത്തിൽ വിരുന്നിരുന്നപ്പോൾ ആ പാപിനിയായ സ്ത്രീ കടന്നു വന്ന് അവന്റെ പാദാന്തികത്തിൽ ആ സുഗന്ധക്കൂട്ടൊഴിച്ച് അവളുടെ കണ്ണുകൊണ്ട് പാദം കഴുകി അഴകിന്റെ മുടി കൊണ്ട് ആ പാദം തുടച്ച് ആ സുഗന്ധക്കൂട്ടുകൾ മുഴുവനും ഈശോയുടെ കാലിലേക്ക് ചൊരിയുന്നൊരു അനുഭവത്തിൽ ആ ഒരു അനുഭവത്തിന് നേർക്കാഴ്ച അവളും ആ മർത്താ മറിയം സംഭവത്തിലെ മറിയമൊക്കെ നേടിയ നേട്ടം സമ്പാദ്യം സ്ഥാനം എത്ര വലുതായിരുന്നു പ്രിയമുള്ളവരെ. നീ ദൈവസമക്ഷം വിനയപ്പെട്ട് വിശ്വസ്തയോടെ അവിടുത്തെ തിരുമുമ്പിൽ നീ ശരണം ഗമിക്കുമ്പോൾ നീ വളരുകയാണ്, നീ ഉയരുകയാണ്, നീ നേടുകയാണ്. നീ ഏറ്റവും വലിയ സമ്പാദ്യം നിന്റെ ജീവിതത്തിൽ സമ്പന്നമായി ഉടലെടുക്കുകയാണ്, സംജാതമാവുകയാണ്. സമർപ്പിച്ച പ്രിയമുള്ളവർ താഴ്മയോടെ നാഥാ ഓരോ നിമിഷവും നിന്നിൽ സമർപ്പിച്ചൊരു സമർപ്പണ ജീവിതത്തെ മുന്നിൽ കൊണ്ടുപോവാൻ സാവകാശം നമുക്ക് ഉണരാം, സാവകാശം നമുക്ക് എഴുന്നേൽക്കാം. ശക്തനായ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ സർവം സമർപ്പിച്ച് താഴ്മയോടുകൂടി നമുക്ക് എല്ലാവർക്കും എണീറ്റ് നിന്നുകൊണ്ട് കരങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് എല്ലാമായവനെ എല്ലാമായിക്കൊണ്ട് എണീറ്റ് നിന്നുകൊണ്ട് തന്നെ എല്ലാവരും എണീറ്റ് നിൽക്കുക. ഈ സമയത്ത് സാധിക്കുന്നവരൊക്കെ മുന്നോട്ട് കടന്നു വരിക. നിങ്ങൾ അനാവശ്യ സ്ഥലങ്ങളൊന്നും ഒഴിച്ചിടേണ്ട കാര്യമില്ല. ഒരു കൂട്ടായ്മയോട് മധ്യഭാഗത്തൊന്നും സ്ഥലം ഒഴിച്ചിടേണ്ട കാര്യമില്ല. അച്ഛൻ പറഞ്ഞോളാം. പിന്നെ ആ സമയത്ത് നിങ്ങൾ മാക്സിമം ഒരു കൂട്ടായ്മയിൽ ചെതറി നിൽക്കാതെ, ഒറ്റപ്പെട്ട് നിൽക്കാതെ, ഒഴിഞ്ഞു നിൽക്കാതെ, മാറി നിൽക്കാതെ സാഹോദര്യത്തോടെ കൂട്ടുത്തരവാദിത്വ പ്രിയമുള്ളവരെ കൂട്ടായ്മയിലാണ്. കൂട്ടം വിട്ടുപോയ ശിഷ്യർക്കാണ് എമ്മാവൂസിലേക്ക് പോയവരല്ലേ പ്രിയമുള്ളവരെ, എല്ലാം നഷ്ടപ്പെട്ടു പോയവർ ഒരിക്കലും ഈശോയുടെ തിരുസാന്നിധ്യം തിരിച്ചറിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അല്ലേ അവർക്കെല്ലാം ലഭ്യമായ. ദൂർത്തുപുത്രൻ ലോകത്തിൻ്റെ കൂട്ടുകെട്ടിലേക്ക് പോയപ്പോൾ അല്പനാളത്തൊരു സുഖം, പിന്നീട് അവൻ ഒറ്റപ്പെടലിന് ദയനീയ അവസ്ഥ. ആകയാൽ നീ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാൻ, ഒന്നിച്ച് ദൈവം അനുവദിച്ച് ഒന്നിക്കുന്നവരുടെ കൂടെ നിൽക്കുമ്പോഴാണ്, നിന്റെ കൂടെയുള്ളവരുടെ കൂടെയാകുമ്പോഴാണ് നിന്റെ കൂടെ വസിക്കാൻ ദൈവം ഏറ്റവും എളുപ്പത്തിൽ ഇറങ്ങി വരിക. പ്രിയമുള്ളവരെ, നമുക്കൊരു കൂട്ടായ്മയിൽ ഒന്ന് ചേർന്ന് കരമുയരാം. സ്വയം വരട്ടെ, ദാഹത്തോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയരട്ടെ, കരമുയരട്ടെ. ഹൃദയം നിറങ്ങിയവർക്ക് സമീപസ്ഥനാകുന്ന ഹൃദയ പരമാർത്ഥതയോട് വിളിച്ചപേക്ഷിക്കുന്നവരിലേക്ക് സർവ്വവും സകലതും നന്മയ്ക്കായി വിളിക്കുന്ന സർവശക്തനായ ദൈവത്തെ സർവശക്തിയോടെ, സർവമഹിമയോടെ, സർവമഹത്വത്തോടെ ആരാധിച്ച് ആശ്രയിച്ച് വിശ്വസിച്ച് വിളിച്ച മക്കളെ ഈശോയെ വിളിച്ച മക്കളെ, നിന്റെ കുടുംബത്തിന്റെ, നിന്റെ ജീവിതാന്തസ്സിന്റെ വെല്ലുവിളികൾ എത്ര വലുതാണ്. ആ വെല്ലുവിളികളുടെ മുകളിൽ, നിന്റെ പ്രശ്നങ്ങളുടെ മുകളിൽ, നിന്റെ വേദനകളുടെ മുകളിൽ, നിന്റെ ആകുലതകളുടെ മുകളിൽ, നിന്റെ ഉത്കണ്ഠകളുടെ മുകളിൽ ആ തമ്പുരാന്റെ നാമത്തെ വില കൊടുത്ത് വിളിച്ച മക്കളെ ഈശോയെ, അകത്തോടെ വിളിച്ച മക്കളെ വിശ്വാസത്തോടെ വിളിച്ചേ. മടുകൂടാതെ മടുപ്പ് തോന്നാതെ വിളിച്ച മക്കളെ വിടുതലിന്റെ നാമത്തെ, അഭിഷേകത്തിന്റെ നാമത്തെ, അത്ഭുത നാമത്തെ കൈകൾ നെഞ്ചോടെ
നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ തിരുഹൃദയനാഥനെ ഗോതമ്പപ്പത്തിൽ വിശ്വാസ കണ്ണുകളാൽ ഒന്ന് കണ്ടേ പ്രിയമുള്ളവരെ. നിങ്ങളുടെ ഭവനത്തിലെ തിരുഹൃദയനാഥനെ ഈ ദിവ്യഗാനത്തിൽ അപ്പത്തിൽ നിങ്ങളൊന്ന് മുഖാഭിമുഖം കണ്ടേ. ഞാനും എൻ്റെ ഈശോയും, എൻ്റെ ഈശോയും ഞാനും, ഞാനും എൻ്റെ ഈശോയും, എൻ്റെ ഈശോയും ഞാനും. നമുക്ക് കരങ്ങൊന്നും ചോട് ചേർത്ത് പിടിച്ച് ഈശോയെ നോക്കി നമുക്ക് ആ 4 വരികൾ ഗാനരൂപത്തിൽ നമുക്ക് പാടാൻ പ്രിയമുള്ളവരെ. ഒന്ന് വിശ്വസിച്ചേ, ഒന്ന് സമർപ്പിച്ചേ, ഒന്ന് അനുഭവിച്ചേ, ഒന്ന് ആസ്വാദ്യത്തോടെ, ആരാധനയോടെ, അർച്ചനയോടെ, സമർപ്പണ മനോഭാവത്തോടെ നമുക്കൊന്ന് ചേർന്ന് അനുഗ്രഹീതനായ ഗായകനോടൊത്ത് നമുക്കും പാടാം. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവവും, ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവ്വം. കൂടി കരം തുറന്ന് പിടിച്ച് കണ്ണു തുറന്ന് ഈശോയിലേക്ക് നോക്കി. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവ്വവും. ചോട് ചേർത്ത് പിടിച്ച കണ്ണുകൾ അടച്ച് പിതാവാ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ നിറസാന്നിധ്യവും വിശുദ്ധ യോസേഫ് പിതാവിന്റെ നിറ സംരക്ഷണ സാന്നിധ്യവും നമ്മളിലേക്ക് ഏറ്റവും സമ്പന്നമാക്കുന്ന ദിവ്യകാരുണ്യ സമക്ഷം നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ ആ ത്രിയേക നാമജപം നമുക്ക് ഒന്ന് ചേർന്ന് 3 തവണ ആവർത്തിക്കുകയാണ്. അച്ഛൻ ആദ്യം ഒന്ന് പാടാം, പരിചയമില്ലാത്തവർക്ക് പരിചയമാകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ 3 തവണ പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും ആബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ സ്നേഹത്തിന്റെ നിറവ് നിന്നിലേക്ക് ഒഴുകിയിറങ്ങുന്ന അനുഭവത്തെ മുന്നിൽ കാണുക. യേശുവേ നാഥ എന്ന് പറയുമ്പോൾ കൃപയുടെ നീർച്ചാലുകൾ നിന്നിലേക്ക് ഒഴുകുന്ന അനുഭവം കാണുക. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുമ്പോൾ അഗ്നിനാവ നിന്റെ മേൽ വന്ന് വസിച്ച് നിന്നെ ശക്തിപ്പെടുന്ന, നിന്നെ ബലപ്പെടുന്ന, നിന്നെ അഭിഷേകം ചെയ്യുന്ന ആത്മാവിന്റെ അഭിഷേകം നിന്റെ ശിരസിന് മുകളിൽ കാണുക. ഇടം വലം യോസേഫ് പിതാവിനെയും മാതാവിനെയും കാണുക. അമ്മയുടെ സാന്നിധ്യം, യോസേഫ് പിതാവിന്റെ സംരക്ഷണം, പരിശുദ്ധാത്മാവിന്റെ സഹായം, ഈ 3 നമ്മൾ ഉറപ്പ് വരുത്തേണ്ട പ്രിയമുള്ളവരെ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, യോസേഫ് പിതാവിന്റെ സംരക്ഷണം. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ കർമ്മവേദികൾ കൂട്ടാകേണ്ടത്. അച്ഛൻ ആദ്യം ഒന്ന് പാടാം, അതിനുശേഷം നമ്മൾ ഒന്നിച്ച് 3 തവണ കൂടി പ്രാർത്ഥിക്കുന്നു. ആവാ പിതാവേ യേശുവേ നാഥ പരിശുദ്ധാത്മാവേ. എല്ലാവരും ആവാ പിതാവേ യേശുവേ നാഥ പരിശുദ്ധാത്മാവേ. കരമുയർത്തി, സ്വരമുയർത്തി. ആവാ പിതാവേ യേശുവേ നാഥ പരിശുദ്ധാത്മാവേ. ഒരിക്കൽ കൂടി. ആവാ പിതാവേ യേശുവേ നാഥ പരിശുദ്ധാത്മാവേ. കൈകൾ തുറന്നു പിടിച്ച് ബന്ധിരിപ്പിന്റെ സമയമാണ്. തുടർന്ന് കൈവപ്പ് പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ. അതിനുശേഷം ആശീർവാദത്തോടെ നമ്മൾ കൃത്യം 6 മണിക്ക് നമ്മൾ ശുശ്രൂഷ തീരുകയാണ്. കൈകൾ തുറന്നു പിടിച്ച് നിങ്ങളേതെല്ലാം മേഖലകളും ഇന്ന് വ്യഞ്ചരിക്കപ്പെടുവാൻ സഭയുടെ നാമത്തിൽ പുരോഹിതർ വിശുദ്ധ ജലം ദീപികാരുണ്യ ആരാധന സമയം നിങ്ങളുടെ മേൽ തളിക്കപ്പെടുമ്പോൾ അച്ഛനെ സംബന്ധിച്ചോളം വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞാൽ പിന്നെ തിരുസഭയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അത്ഭുത അടയാള ശുശ്രൂഷയാണ് പ്രിയമുള്ളവരെ. വ്യഞ്ചരിച്ച ജലം അഭിഷിക്തർ വിശിഷ്യ ദീപികാരുണ്യ ആരാധന സമക്ഷം നിങ്ങളുടെ മേൽ തളിക്കപ്പെടുന്നത്. നിങ്ങൾ മനസ്സുകൊണ്ട് കൈകൾ തുറന്നു പിടിച്ച് ഏതെല്ലാം മേഖലകൾ, ഏതെല്ലാം ഇടങ്ങൾ, ഏതെല്ലാം വസ്തുക്കൾ, ഏതെല്ലാം വ്യക്തികൾ ഒരു വിടുതലും സംരക്ഷണവും മോചനവും വിശുദ്ധിയും മഹത്വവും അനുഗ്രഹവും പ്രാപിക്കാൻ നിങ്ങൾ അഭിലഷിക്കുന്നുവോ മനസ്സുകൊണ്ട് ഇതെല്ലാം ഒന്ന് കാണുക.
ഏതെല്ലാം മേഖലകൾ നിങ്ങളിലാകട്ടെ, നിങ്ങളുടെ കുടുംബത്തിലാകട്ടെ, ജീവിത അന്തസ്സിലാകട്ടെ, നിങ്ങളെ ഫലമേൽപ്പിക്കപ്പെട്ടവരാകട്ടെ, നിങ്ങൾ വസിക്കുന്ന നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലോ വസ്തുക്കളിലോ ചരിക്കുന്ന തലങ്ങളിലോ സ്ഥലങ്ങളോ മണ്ണോ എന്തുമാകട്ടെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഭവനാന്തരീക്ഷമാണ്, നിങ്ങളുടെ ഭവനത്തിൻ്റെ 4 വശങ്ങൾ, അതിൻ്റെ 16 കോണുകൾ, അകം പുറത്തുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളുടെ മേൽ, ഒപ്പം നിങ്ങളുടെ മുമ്പിലെ എല്ലാ വെല്ലുവിളികളുടെ മേൽ, എല്ലാ തടസ്സ അനർത്ഥങ്ങൾ അപജയങ്ങളുടെ മേൽ, രോഗാവസ്ഥയിലേക്ക്, സാമ്പത്തിക ഞെരുക്കങ്ങളിലേക്ക്, പ്രത്യേകിച്ച് പുതിയ അക്കാഡമിക്കിലെ കുഞ്ഞുങ്ങളുടെ പഠന, കുഞ്ഞുങ്ങളുടെ പ്രൊഫഷൻ, കുഞ്ഞുങ്ങളുടെ തൊഴിൽ മേഖലകളെല്ലാം സമർപ്പിച്ച് ഒന്ന് സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് ഭാഷാപരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഒരു അഭിഷേകത്തിൻ്റെ ഗാനം കൂടെ പാടുന്നതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും എപ്പോൾ നിങ്ങളുടെ മേൽ വിശുദ്ധ ജലം ശരീരത്തിലോ ശിരസിലോ പതിയുന്നു, ആ നിമിഷം നാഥ എന്നെയും ഞാൻ സമർപ്പിക്കുന്ന സമസ്ത മേഖലകളെ വിശുദ്ധീകരിക്കണമേ, അനുഗ്രഹിക്കണമേ, ബെഞ്ചിരിക്കണമേ എന്ന് മനസ്സുകൊണ്ട് പറയുക. ആ സമയത്ത് കണ്ണുകളടച്ച് കൈകൾ തുറന്നു പിടിച്ച് ഒരു കാഴ്ചക്കാരനാകാതെ, ഒരു കേൾവിക്കാരൻ നോട്ടക്കാരനാകാതെ, ഒരു സമർപ്പണത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ സാക്ഷിയാകുന്നുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെ സൗഭാഗ്യങ്ങളെ മുറവിടവുമായ ദൈവം നിന്റെ സ്നേഹകാരുണ്യ സ്വഭാവത്തിനൊത്തവിധം ഈ മക്കളെ തൃക്കൻ വാർക്കുന്നതിനെയും ഈ ദിവ്യനിമിഷത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ കൂടാരത്തിലേക്ക് ഈ മക്കളെ ആനയിക്കുകയും ചെയ്ത ദൈവമേ, നിന്റെ നാമത്തെ ഞങ്ങൾ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുന്നു. ദൈവമേ, നൽകപ്പെട്ട പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ, സഭയിലൂടെ നൽകപ്പെട്ട വിശുദ്ധ ശുശ്രൂഷ പരിഗണനത്തിലൂടെ ഈ ദാസരിലേക്ക് അങ്ങയുടെ വിശുദ്ധിയുടെ പരിമളം ചൊരിയണമേ. നാഥാ, വിശുദ്ധ ജലത്താൽ ഇവർ വിശുദ്ധീകരിക്കുകയും വിടുവിക്കുകയും സംരക്ഷിക്കുകയും അത്ഭുതകരമായ അടയാളങ്ങളൊക്കെ ഉണ്ട്, അത്ഭുതങ്ങളൊക്കെ ഉണ്ട് കൊണ്ട് ഇവരുമായി ബന്ധപ്പെടുന്നവരെയും ഇവരുമായി സമർപ്പിക്കുന്ന വസ്തുക്കളെയും വ്യക്തികളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശു മഹത്വം. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശു മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. നിന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ഈശോയുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ കണ്ണടക്കരുത്, കുമ്പിടരുത്. ഈശോയിലേക്ക് കണ്ണു തുറന്ന് ഇത്ര അടുത്ത് ഈശോയൊന്ന് തൊട്ട് ഈശോയൊന്ന് അനുഭവിച്ച് ഈശോയെ മുഖാഭിമുഖം കണ്ട് തിരുഹൃദയനാഥനെ കണ്ട് താണു വണങ്ങുക. യഹോവയെ കാത്തിരിപ്പൂ ശക്തിയിൽ പുതുക്കിയിടും. യഹോവയെ കാത്തിരിപ്പോ ശക്തിയിൽ പുതുക്കിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും, തളർന്നു പോകാതെ ഓടിയിടും. കൃപയാലേ കൃപയാലേ
കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും സ്നേഹത്തിലും പുണ്യ മാർഗത്തിലും നിത്യം ചരിച്ചിടട്ടെ. ഞങ്ങളെല്ലാവരും സ്നേഹത്തിലും പുണ്യ മാർഗത്തിലും നിത്യം ചരിച്ചിടട്ടെ. നിൻ സൗഭാഗ്യത്തിൽ ചേർന്നിടും നാൾ വരെ നന്മതൻ പാതയിൽ നീ നയിക്കൂ. നിൻ സൗഭാഗ്യത്തിൽ ചേർന്നിടും നാൾ വരെ നന്മതൻ പാതയിൽ നീ നയിക്കൂ. യേശുവിൻ മാധുര്യമേറും നിൻ ഹൃദയമേ നിൻ മുൻപിലാദരവോടെ നിൽപ്പൂ. ഈ സമൂഹത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. ഈ സമൂഹത്തിൻ്റെ ദൈവവും കർത്താവും നീയാണ് നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. ഞങ്ങളെല്ലാവരും സ്നേഹത്തിലും പുണ്യ മാർഗത്തിലും നിത്യം ചരിച്ചിടട്ടെ. നിൻ സൗഭാഗ്യത്തിൽ ചേർന്നിടും നാൾ വരെ നന്മതൻ പാതയിൽ നീ നയിക്കൂ. നിൻ സൗഭാഗ്യത്തിൽ ചേർന്നിടും നാൾ വരെ നന്മതൻ പാതയിൽ നീ നയിക്കൂ. യേശുവിൻ മാധുര്യമേറും നിൻ ഹൃദയമേ നിൻ മുൻപിലാദരവോടെ ഒരു നിമിഷം മുട്ടുകുത്തിക്ക് അവിടുത്തെ അനുഗ്രഹ ആശീർവാദം വാങ്ങുന്നതിന് തൊട്ടു മുമ്പ് തിരുഹൃദയം നെഞ്ചോട് ചേർത്ത് പിടിച്ച് തിരുഹൃദയനാഥന് നെഞ്ചിലേറ്റുന്ന തിരുഹൃദയനാഥനിൽ എത്തിപ്പെടുന്ന എൻ്റെ മനുഷ്യത്വ ഹൃദയം തിരുഹൃദയവുമായിട്ടൊരു അനുരൂപപ്പെടുന്ന ഒരു ട്രാൻസ്പ്ലാന്റേഷൻ, ഒരു തിരുഹൃദയവുമായിട്ടൊരു ട്രാൻസ്പ്ലാന്റേഷൻ, ഒരു ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നമുക്ക് തയ്യാറാകാൻ പ്രിയമുള്ളവരെ. ഒറ്റുകാരനെയും തള്ളി പറയുന്നതിനൊക്കെ ചങ്കോട് ചങ്കായി ചേർത്ത് പിടിച്ച തിരുഹൃദയനാഥൻ ശത്രുവിനെയും മിത്രത്തെയും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒരു ഈശോയുടെ ആ തിരുഹൃദയ മനോഭാവം, തിരുഹൃദയ ചൈതന്യം, നാഥാ എൻ ഹൃദയം അങ്ങേ തിരുഹൃദയം പോലെ ആക്കണമേ എന്നുള്ളൊരു നിലവിളിയോടെ തിരുഹൃദയം നെഞ്ചോട് ചേർത്ത് പിടിച്ച് തമ്പുരാനോടൊട്ടി, തമ്പുരാനെ ഒട്ടി, തമ്പുരാനെ ചേർത്ത് പിടിച്ച് ആ പാവപ്പെട്ട മനുഷ്യൻ്റെ കാലിൽ തട്ടിയ ആ ഒരു അടയാളം നോക്കി പ്രിയമുള്ള ആ മനുഷ്യനെ എത്തിച്ചത് എത്ര വലിയ വിജയത്തിൻ്റെ അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെ ഉയർച്ചയിലേക്കാണ് പ്രിയമുള്ളവരെ. ആകയാൽ തമ്പുരാനെന്ന് തൊട്ടാൽ മതിയില്ലോ, തമ്പുരാനെ നിന്ന് തൊട്ടാൽ മതിയില്ലോ. നിന്റെ നീറിപ്പുകയുന്ന ഈ ലോകത്തിൽ ആർക്കും സാധ്യമാകാത്ത എത്ര അസാധ്യമെന്ന് ലോകം പറഞ്ഞുകൊള്ളട്ടെ പ്രിയമുള്ളവരെ. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല പ്രിയമുള്ളവരെ. എങ്കിൽ എല്ലാം സാധ്യമാക്കുന്ന തമ്പുരാനെ ഏറ്റവും വിശ്വാസ കണ്ണുകൾ കൊണ്ടുകൊണ്ട് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം അവിടുത്തെ തിരുസന്നിധിയിൽ നിശബ്ദമായി പ്രാർത്ഥിച്ച് അവിടുത്തെ അനുഗ്രഹ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
പാപത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നമ്മുടെ കർത്താവ് വിശ്വസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എപ്പോഴും നിങ്ങളിലും നിങ്ങളുടെ കടന്നുവരവിലും നിങ്ങളുടെ മടക്കയാത്രയിലും നിങ്ങളുടെ ത്യാഗസമർപ്പണത്തിലും നിങ്ങളുടെ നിയോഗങ്ങളിലും നിങ്ങളുടെ എല്ലാ പൊതുജീവിത സമാരംഭത്തിലും അവിടുത്തെ മഹത്വം കുടികൊള്ളട്ടെ. അവിടുത്തെ സാന്നിധ്യം നിറഞ്ഞു വസിക്കട്ടെ. തിരുഹൃദയം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും സമ്പന്നമായി തീരട്ടെ. ഇപ്പോഴും എപ്പോഴും ആശ്രിത മക്കളെ അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്ത് സമ്പന്നമാക്കുന്ന നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശ്വസ്തർക്കേറെ സമീപസ്ഥനും സംലഭ്യനും സ്വീകാര്യനുമാകുന്ന നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനുഗമിച്ച് മടങ്ങി വരുന്ന മക്കളെ അനുഗ്രഹിച്ച് മാറോടണയ്ക്കുന്ന നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം കൈകൾ അതിരുഹൃദയം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് കണ്ണുകൾ അടച്ച് നിശബ്ദമായി ഒരു നിമിഷം നിശബ്ദമായിട്ട് ഞാനും എൻ്റെ ഈശോയും ഞാനും അവിടുത്തെ തിരുമൊഴികളൊന്ന് കേട്ടെ. ഇതുവരെ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചു. ഇനി തമ്പുരാൻ നിങ്ങളോട് പറയുന്നത്, മർത്ത തൻ്റെ ഉത്കണ്ഠ പറഞ്ഞപ്പോൾ തമ്പുരാൻ കൊടുത്തൊരു മറുപടി ഉണ്ട്. പ്രിയമുള്ളവരെ, ഒന്ന് കേട്ടെ, ഒന്ന് ശ്രവിച്ചേ, ഒന്ന് കാതോർത്തേ തമ്പുരാൻ്റെ തിരുമൊഴികൾ. ഒരു നിമിഷം നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിക്കുകയാണ്. അച്ഛൻ ഇതുവരെ വൈക്കം കൊതവറ എന്ന് പറയുന്ന ആശ്രമത്തിലായിരുന്നു സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ വരുന്ന 4-ാം തീയതി ചൊവ്വാഴ്ച എറണാകുളത്ത് പുതിയ മിനിസ്ട്രിയിലേക്കും ജയിൽ മിനിസ്ട്രി പുതിയ അങ്ങനെയുള്ള മിനിസ്ട്രികളിലേക്കും എൻ്റെ ശുശ്രൂഷയ്ക്കുമായിട്ട് ട്രാൻസ്ഫറായിട്ട് സ്ഥലം മാറി പോവുകയാണ്. പുതിയ സ്ഥലത്ത് ദൈവഗീതവും ദൈവമഹത്വവും നൽകുവാനായിട്ട് പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി സന്യാസ സമൂഹത്തെ മുഴുവനെയും എല്ലാ ഈ ധ്യാനകൂടിനും ബന്ധപ്പെട്ട സിസ്റ്ററിനും മറ്റെല്ലാ സഹോദരിമാരെ സമർപ്പിതരെയും പ്രത്യേകിച്ച് മാനപ്പെട്ട ഉപയോഗിച്ചാണ് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആത്മീയവരെയും പ്രത്യേകിച്ച് മനോഹരമായ അഭിഷേക ഗാനം ആലപിച്ച ഗായകനെയും അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അടുക്കള മുതൽ ഈ അൾത്താര വരെ ഈ നേര ശുശ്രൂഷയ്ക്ക് സാരഥ്യം കൊടുക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ഇതിന് കൂട്ടായ്മയെ സഹായിക്കുന്നവരെയും പ്രോത്സാഹിപ്പിക്കുന്നവരെല്ലാം ചേർത്ത് വെച്ച് സമർപ്പിച്ചുകൊണ്ട് ദിവ്യനാഥനെ ഉടലോടെ ഉദരത്തിൽ വഹിച്ച് ഭാഗ്യവതിയായ പരിശുദ്ധ അമ്മയെപ്പോലെ ദിവ്യനാഥനെ കരങ്ങളെടുത്ത് താരാട്ട് പാടാൻ ഭാഗ്യം വിശുദ്ധ വിശേപിതാവിനെ പോലെ ദിവ്യനാഥൻ്റെ മുമ്പിൽ നിത്യം ആരാധന ഗീതകൾ പാടാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധരെ പോലെ ദൈവഗീതവും ദൈവമുഖത്വവും നിത്യം തിരുഹൃദയത്തിൽ അനുഭവിക്കുന്ന ഒരു മകനായ മകളെ തരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോ മിശിഹായുടെ സകലവിധ വാഗ്ദാന അനുഗ്രഹ അഭിഷേകത്തിന് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല ബാലാഹമാരെ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാവരും എണീറ്റ് നിന്നുകൊണ്ട് ഒന്ന് കരങ്ങളടിച്ചൊരു നന്ദിയുടെ ഇരടികൾ പാടിക്കുക. അതിലൂടെ പൂർത്തീകരിക്കണം. നന്ദിയില്ലാതെ, നന്ദി ചൊല്ലാതെ, നന്ദി പറയാതെ നിങ്ങളൊരു യാത്രക്കാരാകരുത്, ഒരു തിരിച്ചു പോകലാകരുത്. നന്ദിയോടെ സ്നേഹത്തോടെ പാടുക.
നടത്തണേ തിരുഹിതം വശങ്ങളിലേക്ക് ചാഞ്ഞ് കരങ്ങളടിച്ച് കരങ്ങൾ താഴ്ത്തി കരങ്ങളടിച്ച് നിർത്തിയതാ ശക്തിയോടെ നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ, നിന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ ദിനങ്ങൾ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ദയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമുക്ക് വേണ്ടി ഈ മണിക്കൂറുകളെ ബഹുമാനപ്പെട്ട മനോജൻ വളരെ മനോഹരമായി, പ്രത്യേകിച്ച് ദീപികാരണത്തിലുള്ള അച്ഛൻ്റെ ഭക്തി, എനിക്ക് ഇത് മൂന്നാമത്തെ പ്രാവശ്യം തോന്നുന്നു ഈ പ്രാർത്ഥന കിട്ടുന്നത്. നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. അച്ഛൻ എനിക്ക് തോന്നുന്നു നമുക്കൊരു 3-4 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട്. അച്ഛനോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. അച്ഛന് പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു ഈ അവസരത്തിൽ. അതുപോലെ നമുക്ക് വേണ്ടി പാട്ട് പാടുന്ന സോബിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ആമേൻ.